السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. أما بعد، إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. പ്രിയ സഹോദരങ്ങളെ, ഇന്നലെ നമ്മൾ ഹലീമ ബീവിയുടെ കൂടെയുള്ള ജീവിതം അവസാനിപ്പിച്ചു. ആമിന ബീവിയുടെ അടുത്തേക്ക് കുഞ്ഞ് തിരിച്ചു വന്നു. 6-ാം വയസ്സിൽ മദീന സന്ദർശിച്ച് തിരിച്ചു വരുന്ന വഴിയിൽ ആമിന ബീവി വഫാത്തായ വിവരം പറഞ്ഞു. അന്ന് തങ്ങൾക്ക് 6 വയസ്സാണ്. അവിടെ നിന്ന് തൻ്റെ പരിചാരികയും അടിമയുമാവുന്ന ഉമ്മു ഐമൻ റളിയല്ലാഹു തആല അൻഹ കുട്ടിയെ നാട്ടിലെത്തിച്ച് ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ കയ്യിൽ കുട്ടിയെ ഏൽപ്പിച്ചു. അന്ന് അബ്ദുൽ മുത്തലിബിന് ഏകദേശം 140 അല്ലെങ്കിൽ 38 വയസ്സ് പ്രായമുണ്ട്. 138 വയസ്സ് പ്രായമുള്ള വൃദ്ധനാണ്. എന്നാലും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ല. അന്നും മക്കയുടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവ് അബ്ദുൽ മുത്തലിബ് തങ്ങൾ തന്നെയാണ്. താൻ ഏറ്റെടുത്ത പ്രിയപ്പെട്ട പേരമകനെ സ്നേഹവാത്സല്യത്തോടെ അതിലേറെ ബഹുമാനാദരവുകളോടെയുമാണ് അബ്ദുൽ മുത്തലിബ് പോറ്റി വളർത്തിയത്. കാരണം അബ്ദുൽ മുത്തലിബിന് ഏതാണ്ട് ഉറപ്പാണ് തനിക്ക് പൂർവ്വവേദക്കാരിൽ നിന്നും കിട്ടിയ അറിവനുസരിച്ച് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അല്ലാഹു തആല അവസാനമായി അയക്കുന്ന റസൂല് എൻ്റെ പൊന്നുമോനാണ് എന്നറിയാം. ആ നിലക്ക് തന്നെ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടായിരുന്നു മഹാനവറുകൾ കുട്ടിയെ പോറ്റിയിരുന്നത്. വൈകുന്നേരമായാൽ സാധാരണ നാട്ടുപ്രമാണിമാരൊക്കെ മസ്ജിദുൽ ഹറാമിൽ വരും. അന്ന് രാജകീയമായ സ്ഥാനം വഹിക്കുന്ന അബ്ദുൽ മുത്തലിബിന് പ്രത്യേകം കഅബ ഷരീഫിന്റെ തൊട്ട് ചാരി ഒരു പിരിപ്പ് വിരിച്ചിരിക്കും. മഹാനവറുകൾ അതിൽ വന്ന് ഇരിക്കുന്നത് വരെയോ ഇരുന്നാലോ ആരും അതിലിരിക്കില്ല. അല്പം മാറി അകന്നുകൊണ്ടല്ലാതെ നേതാക്കന്മാർ പോലും ഇരിക്കില്ല. കാരണം അത്രയും ആദരവായിരുന്നു അബ്ദുൽ മുത്തലിബിന് മക്കം കൽപ്പിച്ചിരുന്നത്. മക്കളും ഒക്കെ അങ്ങനെ തന്നെയാണ്. ഒക്കെ അകന്ന് ചുറ്റും ഇരിക്കും എന്നല്ലാതെ ആ പിരിപ്പിലേക്ക് കയറിയിരിക്കുകയോ അതിന് തൊട്ടടുത്ത് ചാരിയിരിക്കുകയോ പോലും ഇല്ല. അത്രയും ബഹുമാനമായിരുന്നു. പക്ഷേ കുട്ടി ആ പിരിപ്പ് വിരിച്ചാൽ അതിൽ പോയിരിക്കും. യഥാർത്ഥത്തിൽ ഒരു തരത്തിലുള്ള കുട്ടികളുടെ ദുസ്വഭാവവും ഇല്ലാത്ത കുട്ടിയാണ്. വളരെ ചെറുപ്പം മുതൽ പോലും വിശന്ന് കരഞ്ഞ് മാതാവിനെയോ അല്ലെങ്കിൽ തന്നെ സംരക്ഷിക്കുന്നവരെയോ ഒരിക്കൽ പോലും അലോസരപ്പെടുത്തിയിട്ടില്ല. ഉണ്ടെങ്കിൽ കഴിക്കും, ഇല്ലെങ്കിൽ ക്ഷമിച്ചിരിക്കും. അതുപോലെ തന്നെ വികൃതി കുട്ടികളുടെ കൂടെ പോയി വികൃതി കളിക്കുകയോ അനാവശ്യങ്ങളിൽ ഏർപ്പെടുകയോ ഒരിക്കലും ചെയ്യില്ല. അങ്ങനെയുള്ള കുട്ടി എല്ലാവരും ആദരിക്കുന്ന അബ്ദുൽ മുത്തലിബിന്റെ വിരിപ്പ് വിരിച്ചാൽ അതിൽ പോയിരിക്കും. അതിപ്പോൾ ഈ മൂത്താപ്പാർക്കൊക്കെ ഒരു ലക്ഷണക്കേടായിട്ട് തോന്നി. നാട്ടിൽ ആരും ചെയ്യാത്ത ഒരു അനാദരവാണ് ആ പിരിപ്പിൽ പോയി ഇരിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അവരത് കണ്ടാൽ കുട്ടിയെ അവിടെ നിന്ന് എടുത്തു മാറ്റും. ഇത് അബ്ദുൽ മുത്തലിബിന്റെ ശ്രദ്ധയിൽപ്പെട്ടവൻ പറഞ്ഞു, ദഉ ഇബ്നി ഫഇന്ന ലഹു ലശഅനൻ അളീമാ. ഈ മക്കളെ, എൻ്റെ പൊന്നുമോന് എൻ്റെ പിരിപ്പിൽ ഇരുന്നോട്ടെ. അവനവിടെ ഇരിക്കുന്നതിന് നിങ്ങൾ തടയരുത്. കാരണം നിങ്ങൾക്കറിയില്ല എൻ്റെ ഈ പൊന്നുമോന് മഹത്തായ ഒരു സ്ഥാനം വരാനിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ കുട്ടിയുടെ എല്ലാ കളികളും നീക്കങ്ങളുമൊക്കെ കൗതുകത്തോടു കൂടിയും സന്തോഷത്തോടു കൂടി വീക്ഷിക്കും. പക്ഷേ വാർദ്ധക്യ സഹജമായ പ്രയാസങ്ങളൊക്കെ ഉണ്ട്.
തൻ്റെ 140-ാമത്തെ വയസ്സിൽ മഹാനവറുകൾ മരണപ്പെടുന്നത്. അബ്ദുൽ മുത്തലിബിന് മരണമാസന്നമായ സമയത്ത് മക്കൾ വാരയൊക്കെ ഉണ്ടെങ്കിലും അടുത്ത് വിളിച്ച് അബൂ ത്വാലിബിനെയാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം അബ്ദുൽ മുത്തലിബ് തങ്ങൾ ഏൽപ്പിക്കുന്നത്. ഈ ഏൽപ്പിക്കുന്ന സമയത്ത് വസിയത്തായി പറഞ്ഞ കൂട്ടത്തിൽ അഹ്ലി കിതാബുകളിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ചും യമനിലെ ചക്രവർത്തിയാവുന്ന സൈഫ് ബിൻ സിയദിനിൽ നിന്ന് കിട്ടിയ വാർത്തയനുസരിച്ചും ലോകത്തിൻ്റെ രക്ഷകനും അന്ത്യപ്രവാചകനും ഇബ്രാഹിമി മില്ലത്തിൻ്റെ പുനരുദ്ധാരകനുമായി നമ്മളെ ഈ മോൻ വരുമെന്നും അതുകൊണ്ട് തന്നെ കുട്ടിയുടെ കാര്യം എന്നും എപ്പോഴും ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ചു കൊള്ളണമെന്നും വസിയത്ത് ചെയ്തുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 8 വയസ്സായ സമയത്ത് മഹാനായ അബ്ദുൽ മുത്തലിബ് ഇഹലോകവാസം വെടിഞ്ഞു. മഹാനവറുകളെയും തന്നെ ഹജൂനിലാണ് മറവട്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞല്ലോ ഖുസൈ ഹജൂനിലാണ് മറവട്ടത്. അതേ ഹജൂനിൽ തന്നെയാണ് അബ്ദുൽ മുത്തലിബ് തങ്ങളും മറവട്ടിരിക്കുന്നത്. പിന്നീട് അബൂ ത്വാലിബിൻ്റെ കൂടെയാണ് ദീർഘകാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരുന്നതും ഒരു പിതാവിനെ പോലെ അതിലും കൂടുതൽ സ്നേഹവും വാത്സല്യവും സംരക്ഷണവും ശ്രദ്ധയും കൊടുത്തുകൊണ്ട് അബൂ ത്വാലിബ്. യഥാർത്ഥത്തിൽ അന്നേ അബൂ ത്വാലിബ് വ്യാപാര രംഗത്തൊക്കെ അല്പം പിന്നിലായതുകൊണ്ട് സാമ്പത്തികമായി വലിയ പ്രയാസമുള്ള ആളാണ്. എന്നാൽ നാട്ടിൽ അബ്ദുൽ മുത്തലിബിൻ്റെ അതേ സ്ഥാനത്ത് ജനങ്ങൾ അംഗീകരിക്കുകയും ആദരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന നേതൃസ്ഥാനം അബൂ ത്വാലിബിനാണ്. വലിയ പണക്കാരനാണ് അക്കാലത്ത് തന്നെ അബൂ ലഹബ്. കാരണം അദ്ദേഹം അറിയപ്പെട്ട ഖുറൈശികളിലെ പ്രമുഖ കച്ചവടക്കാരനാണ്. അതുകൊണ്ട് അയാൾ സാമ്പത്തികമായി നല്ല കഴിവുള്ള ആളാണ്. എന്നിട്ടും എന്തേ സാമ്പത്തികമായി അല്പം പ്രയാസം അനുഭവപ്പെടുന്ന അബൂ ത്വാലിബിനെ ഏൽപ്പിക്കാൻ ഒരു കാരണം മഹാനായ അബ്ദുള്ള എന്നവരും അബൂ ത്വാലിബും ബനു മഖ്സൂം കൂട്ടത്തിൽപ്പെട്ട ഫാത്തിമ എന്നവരുടെ മക്കളാണ്. അപ്പോൾ ഉമ്മയും ബാപ്പയും ഒത്ത സഹോദരനാണ് അബൂ ത്വാലിബ്. അതുപോലെ തന്നെ അബ്ദുള്ള എന്നവരുടെ സഹോദരിമാരിൽപ്പെട്ട സൊഫിയ റളിയല്ലാഹു തആലയും ഇങ്ങനെ ഉമ്മയും ബാപ്പയും ഒത്ത സഹോദരിയാണ്. അബ്ദുൽ മുത്തലിബ് തങ്ങൾക്ക് 18 മക്കളുണ്ടായിരുന്നു എന്ന് പറഞ്ഞത് 6 ഭാര്യമാരിലായിട്ടാണ്. അതിൽ ഈ 3 മക്കള് ബനു മഖ്സൂം ഗോത്രത്തിൽപ്പെട്ട ഫാത്തിമ എന്നവരുടെ മക്കളാണ്. അബ്ദുള്ള എന്നവരും അബൂ ത്വാലിബ് എന്നവരും അതുപോലെ തന്നെ സഫിയ ബിവിയും. മഹാനവറുകളുടെ സംരക്ഷണത്തിൽ ജീവിക്കുന്ന സമയത്താണ് ചരിത്രത്തിലെ ഒരുപാട് സംഭവങ്ങൾ കടന്നു പോകുന്നത്. അതിൽപ്പെട്ടൊന്ന്, വർഷം തോറും മക്കയിൽ വലിയൊരു ഉത്സവം നടക്കാറുണ്ട്. ഈ ഉത്സവത്തിന് ഖുറൈശികളെല്ലാം പങ്കെടുക്കും. അന്നൊക്കെ ജാഹിലീങ്ങളാണല്ലോ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വളരെ കുറഞ്ഞ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രം അതൊക്കെ വിട്ടു നിൽക്കുന്നു എന്നതൊഴിച്ചാൽ അതിൻ്റെ ഹൈറും ഷെറും ഒന്നും അറിയില്ല. എല്ലാവരും നാട്ടുകാർ ചെയ്യും പോലൊക്കെ ചെയ്യും. അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായിമാർ, ബാപ്പയുടെ സഹോദരിമാർ, മറ്റ് സ്ത്രീകളൊക്കെ പോകുന്നത് പോലെ ഈ ഉത്സവപ്പറമ്പിൽ പോകും. കൂട്ടത്തിൽ ആങ്ങളയുടെ മോനാവുന്ന മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാവുന്ന കുട്ടിയെയും കൂടെ കൂട്ടും. അങ്ങനെ ഉത്സവപ്പറമ്പിലൊക്കെ പോയി പോരുന്ന സമയത്ത് പൂജാവിഗ്രഹത്തെ ഒന്ന് തൊട്ടുമുത്തൽ എല്ലാവരും ഉണ്ട്. പൂജിക്കലും സുജൂദ് ചെയ്യലും ആരാധിക്കലും ഒക്കെ ചിലരെ ചെയ്യുന്നുള്ളെങ്കിലും എല്ലാവരും ഒരു ബറക്കത്തിന് വേണ്ടിയിട്ട് തൊട്ടുമുത്തും. അങ്ങനെയാണ്, വിവരമില്ല, ജാഹിലീങ്ങളാണ്. അങ്ങനെ അമ്മായികളൊക്കെ തൊട്ടുമുത്തിയെങ്കിലും കുട്ടി മാറി നിന്നു. അപ്പോൾ അവർക്കറിയില്ലല്ലോ കുട്ടി എന്താകാൻ പോകുന്നു, അല്ലാഹു തആല എങ്ങനെ സംരക്ഷിക്കുന്നു എന്നൊന്നും അവർക്കറിയില്ല. അങ്ങനെ കുട്ടി മാറി നിന്നപ്പോൾ ഈ അമ്മായി വിളിച്ചിട്ട് പറഞ്ഞു, മോനെ എല്ലാവരും തൊട്ടുമുത്തുന്ന് കണ്ടില്ലേ, നമ്മൾ പോവാണ് തിരിച്ച് വീട്ടിലേക്ക്, അപ്പോൾ മോനൊന്ന് പോയിട്ട് തൊട്ടുമുത്തിക്കെന്ന്. അപ്പം അമ്മായി പറഞ്ഞ് കേൾക്കാതൊക്കെ ഉണ്ടാന്നുള്ള ആൾക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ബിംബത്തിൻ്റെ ആ പ്രതിഷ്ഠയുടെ അടുത്തേക്ക് ഏകദേശം ഒരു 3 മുഴം ദൂരം വരെ അടുത്ത് എത്തിയിട്ടേ ഉള്ളൂ. പേടിച്ച് വരച്ച്
കുട്ടി പിന്നോട്ടോടി. അത് കണ്ടപ്പോൾ അമ്മായികൾക്ക് ബേജാറായി. എന്താ മോനെ, എന്ത് പറ്റി? അപ്പം നിങ്ങൾ കാണുന്നില്ലേ? എന്താ കാണുന്നത്? നിങ്ങൾ കണ്ടില്ലേ ഒരാള് കൈ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഇലേക്കാന്നി പോടുന്ന് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഇടിക്കാൻ വേണ്ടി വരുന്നത് നിങ്ങൾ കണ്ടില്ലേ? അള്ളാഹുവിന്റെ ഹെഫ്ളാണ്. കാരണം അന്ന് ദീനില്ല, ഇൽമില്ല, ജാഹിലിയ ലോകാണ്. അന്നെങ്ങാനും ഒരു ബിംബത്തെ തൊട്ടുമുത്തി എന്ന് വന്നാൽ പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് പാടില്ലെന്ന് പറഞ്ഞാൽ കൂടെ കളിച്ചവർ പറയണം, അന്നലെ വരെ നമ്മളൊക്കെ ഒന്ന് തന്നെ ഇല്ലായിരുന്നോ, ഇപ്പം എൻ്റെ ഒരു വെളിപാട് എന്ന് പറയും. അപ്പം ആദ്യം തന്നെ അള്ളാഹുവിൻ്റെ ഹെഫ്ളാണത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അദ്ദബനി റബ്ബി ഫഅഹ്സന തഅദീബി. സാധാരണ മാതാപിതാക്കൾ, ഗുരുനാഥന്മാര്, നാട്ടിലെ ഉത്തരവാദപ്പെട്ടവർ, അവരാണ് കുട്ടികളെ അത് പഠിപ്പിക്കൽ. അതേ സമയത്ത് ഇവരാരും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാപ്പ നേരത്തെ തന്നെ പോയി, ഉമ്മ അതിൻ്റെ പെട്ടു പിന്നെ പോയി, തമ്മീസെത്തി കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയപ്പോൾ ഉപ്പാപ്പ പോയി. ഇങ്ങനെ അല്ലാഹു തആല നേരിട്ട് സംരക്ഷിക്കാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണം നേരിട്ട് അല്ലാഹു തആല നടത്തുകയാണ്. ചെറിയൊരു അബദ്ധവശാൽ പോലും ഒരു തെറ്റ്, പിന്നീട് പറയാൻ പറ്റുന്ന ഒരു തെറ്റ് ആ ജീവിതത്തിൽ വന്നുകൂടാ എന്ന് അല്ലാഹു തആലക്ക് കണിശമായ തീരുമാനമുണ്ട്. അതിനുശേഷം പിന്നീട് അവരാരും ഇങ്ങനെയുള്ള പ്രവൃത്തിക്ക് നിബിധങ്ങളെ നിർബന്ധിക്കാറില്ല. എന്നതുപോലെ അക്കാലത്ത് തന്നെ കളിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കൂട്ടത്തിൽ കളിക്കുമ്പോൾ കുട്ടികൾ കളിവീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് കല്ല് ചുമന്നുകൊണ്ടിരിക്കുക. അന്ന് 7 or 8 വയസ്സേ ആയിട്ടുള്ളൂ. 10 വയസ്സിന്റെ ചോടയാ. അന്ന് ദീനില്ലല്ലോ, ആർക്കും ഒരു പ്രശ്നമില്ല. വലിയ ആളുകളും തന്നെ ചുമടെടുക്കുകയാണെങ്കിൽ ഉടുത്ത തുണി, പ്രത്യേക തുണിയും കുപ്പായും തലകെട്ടൊന്നുള്ള ഒരു വളരെ അപൂർവം ചില നേതാക്കളെ ഉണ്ടാവുള്ളൂ. ബാക്കി ആകെ ഒരു കരിമ്പട ഉണ്ടാകുക. ആ കരിമ്പട ഇങ്ങനെ ചിറ്റിയിട്ട് കൗത്തിൽ പിട വേക്കിൽ ഇങ്ങനെ കെട്ടും. കുപ്പായും തുണിയൊക്കെ അത് തന്നെ ഉണ്ടാകുക. അത് മുട്ടുമറിയും, കൗത്ത് വരെ എത്തും ചെയ്യും. അങ്ങനെ ചുറ്റിക്കട്ടല. ചുമടെടുക്കുകയാണെങ്കിൽ എന്താക്കും, ഇതാണ് കഴിച്ചിട്ട് ചുരുട്ടി തെരികയാക്കിയിട്ട് തോളിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അമ്മ പറ്റിയൊക്കെ നടക്കും. ആർക്കും ഒരു വർത്താനല്ല. ഖുർആനിൽ അങ്ങനെ അറാമല്ലേ അറിയാം, അങ്ങനെ ഖുർആനും ദീനൊന്നും ഇല്ലല്ലോ, ജാഹിലീങ്ങളാ. ഇത് ചെറിയ കുട്ടികൾ കളിക്കുന്ന സമയത്ത് ചുമടെടുക്കുന്ന കൂട്ടത്തിൽ മറ്റു കുട്ടികൾ ചെയ്യുന്നത് പോലെ അവർ നിർബന്ധിച്ചപ്പോ ആ ഉടുത്ത തുണി അഴിച്ച് ചുമലിൽ വെച്ച് കല്ലുമായിട്ട് നടക്കാൻ സാധിച്ചില്ല. അപ്പ വീടും. അപസ്മാരം ബാധിച്ചതുപോലെ അപ്പോൾ തന്നെ താഴെ വീണു. കണ്ടു കുട്ടികൾ ഓടി വന്ന്, ബാക്കി കുട്ടികളൊക്കെ ഓടി വന്ന് ഒരു കുട്ടി തുണി എടുത്തിട്ട് ഇങ്ങനെ പൊതിച്ചു കൊടുത്ത്. ഒന്നുമില്ല പ്രശ്നം, സാധാരണ പോലെ. അത് കഴിഞ്ഞ് 12 വയസ്സായ സമയത്ത് ശരീരത്തിന് അത്യാവശ്യം ആരോഗ്യമായി. എന്നാലും എപ്പോഴും മൂത്താപ്പ വളരെ കാര്യമായിട്ടാണ് കൊണ്ടു നടക്കുക. മക്കളെ ഒന്നിച്ചൊരുമിച്ച് കൂട്ടി താനും ഭാര്യയും മക്കളും ഒന്നിച്ചാണ് ഭക്ഷണം കഴിക്കുക. എന്നാൽ തൻ്റെ തൊട്ടടുത്ത് വലത് ഭാഗത്ത് ഈ കുട്ടിയെ ഇരുത്തും. എന്നിട്ട് ആദ്യമായിട്ട് കുട്ടിയെ കൊണ്ടാണ് ഭക്ഷണം തുടങ്ങിക്കുക. അങ്ങനെ കുട്ടി ആദ്യം ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് പിന്നീട് മൂത്താപ്പയും കുടുംബവും ഭക്ഷിച്ചാൽ ഒരു പാത്രത്തിൽ വെക്കുന്ന ഭക്ഷണം തന്നെ എല്ലാവർക്കും സുഭിക്ഷമായി കഴിക്കാനുണ്ടാവും. നേരെ മറിച്ച് ഒരു നേരം കുട്ടി കൂടെ ഇരിക്കുന്നില്ലെങ്കിൽ അവർക്ക് വിശപ്പടങ്ങാനുള്ള ഭക്ഷണമില്ല. അത്രയും കഷ്ടപ്പാടാണ് വീട്ടിൽ. അങ്ങനെ കുട്ടിയെ കാര്യമായി കൊണ്ടു നടക്കും. കൂടെ തന്നെ ഒരു രാത്രി പോലും ഒറ്റക്ക് കിടക്കാൻ സമ്മതിക്കാതെ മൂത്താപ്പ തൻ്റെ കൂടെ തന്നെയായിരുന്നു കുട്ടിയെ കിടത്തുക. എന്നാൽ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ചൂട്ടുപൊള്ളുന്ന അറബി നാടല്ല. ഇന്നത്തേക്ക് AC-യും ഫാനും സൗകര്യമൊന്നും ഇല്ലല്ലോ. രാവിലെ ആവുമ്പോക്ക് ആകെ ക്ഷീണിച്ച് മുടിയൊക്കെ ചെടപിടിച്ച് കണ്ണൊക്കെ കുണ്ടിലായി അങ്ങനെ കുട്ടികൾ എഴുന്നേൽക്കുക. അതേസമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് വരുമ്പോൾ നന്നായി കുളിച്ച് മുടി ചീകി കണ്ണ് സുറുമ എഴുതിയ രീതിയിലായിരിക്കും ഉറങ്ങി അണർന്നു വരുന്ന സമയത്ത്. ഇതൊക്കെ അബൂ ത്വാലിബ് സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. വാപ്പ പറഞ്ഞ വിവരമുണ്ട്. അങ്ങനെ 12-ാം വയസ്സിൽ അപൂർവമായിട്ട് അബൂ ത്വാലിബ് കച്ചവടത്തിന് പോവാറുള്ളൂ. മറ്റൊക്കെ ആരെങ്കിലും അയക്കല. അബ്ബാസ് റളിയല്ലാഹു അൻഹു വലിയ കച്ചവടക്കാരനാണ്. അത് പിൽക്കാലത്തായതാണ്. അബൂ ലഹബ്
നേരത്തെ തന്നെ അറിയപ്പെട്ട പ്രശസ്ത വ്യാപാരിയാണ്, വലിയ പണക്കാരനാണ്. ഇദ്ദേഹം വളരെ അപൂർവമായിട്ട് നാട്ടുകാര്യങ്ങൾ നോക്കി നടത്തുന്നത് കൊണ്ട് കച്ചവടത്തിന് പോകാറ് കുറവാണ്. ഏതായാലും അനിവാര്യ ഘട്ടത്തിൽ നബി തങ്ങൾക്ക് 12 വയസ്സായ സമയത്ത് ഷാമിലെ ബുസ്രയിലേക്ക് കച്ചവടത്തിന് പുറപ്പെടുക. മൂത്താപ്പക്ക് ഇങ്ങോട്ടുള്ളത് പോലെ തന്നെ മൂത്താപ്പാനോട് അങ്ങോട്ടും വല്ലാത്ത സ്നേഹമായിരുന്നു നബി തങ്ങൾക്ക്. അങ്ങനെ മൂത്താപ്പ പോകുന്നു എന്ന് കണ്ടപ്പോൾ കുട്ടി കരഞ്ഞുകൊണ്ട് അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, മൂത്താപ്പ നിങ്ങൾ ഇന്നവിടെ ആക്കിയിട്ട് കൊടുക്കാ പോണേ. കുട്ടിയുടെ കരച്ചിൽ കണ്ടപ്പം മഹാനായ അബൂ ത്വാലിബിനും തന്നെ വിഷമായി. കുട്ടിയെ വിട്ട് പിരിഞ്ഞു നിൽക്കാം മൂത്താപ്പാക്കും ഇഷ്ടമല്ല, മൂത്താപ്പാനെ പിരിയാൻ കുട്ടിക്കും ഇഷ്ടമല്ല. പോകാതിരിക്കാൻ നിവൃത്തിയില്ല. എന്നാൽ ദീർഘദൂരെ യാത്ര ചെയ്ത് ചൂടും യാത്ര ക്ഷീണവും വിഷമവും, ചെറിയ കുട്ടിയല്ലേ, എന്തായാലും ഒരു വാശി പിടിച്ച് അങ്ങനെ കൂടെ കൊണ്ടുപോയി. അന്ന് 12 വയസ്സേ ആയിട്ടുള്ളൂ. അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്, ഓരോന്നും ശീലിപ്പിക്കുകയാണ്. ഭാവിയിൽ എല്ലാ രംഗത്തും യോഗ്യത നേടാൻ അല്ലാഹു തആല തന്നെ ഓരോ സബബ് ഉണ്ടാക്കുക. അങ്ങനെ ഷാമിലെ ബുസ്രയിലെത്തി. വസ്തുക്കളൊക്കെ വളരെ വേഗം വിറ്റ് തീർന്നു. അപ്പോ ബുസ്ര പട്ടണത്തിന്റെ ഒരു ഭാഗത്താണ് ഒരു മഠമുണ്ട്, ക്രിസ്ത്യാനി മഠം. അതിൽ ഒരു പുരോഹിതൻ, നമ്മളൊക്കെ നേരത്തെ കേട്ട ബഹീറ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വലിയ പുരോഹിതൻ, അദ്ദേഹം യഥാർത്ഥ മുസ്ലിമാണ്. എന്ന് പറഞ്ഞാൽ നസ്രാനി മതം കൃത്രിമം ചെയ്യാതെ ഈസാ നബി അലൈഹി ഇസ്ലാമിന് അവതരിപ്പിക്കപ്പെട്ട സാക്ഷാൽ ഇഞ്ചിയിലും തൗറാത്തും അനുസരിച്ച് ജീവിക്കുന്ന നല്ല ഒരു സൂഫിയായ മനുഷ്യനാണ്. ഒരു മഠത്തിൽ ഇബാദത്തുമായി ഇങ്ങനെ കൂടും. അതിനിടയ്ക്ക് ആളുകൾ വരും പോവും, അതൊന്നും ശ്രദ്ധിക്കുക, ഭൗതിക കാര്യങ്ങളിലൊന്നും ഇടപെടാതെ തൻ്റെ മഠത്തിൽ ഒതുങ്ങിയിരുന്ന് ആരാധന ചെയ്യുന്ന മഹാനാണ്. പക്ഷെ അദ്ദേഹം ഒരിക്കലും ചെയ്യാത്തൊരു പ്രത്യേകത, ഈ പ്രാവശ്യം ഖുറൈശികൾ കച്ചവടത്തിന് വന്നപ്പോൾ ഒരു സദ്യ ഒരുക്കി. നേരിട്ട് അദ്ദേഹം തന്നെ ചെന്ന് ഖുറൈശികളെ വിളിച്ചു, ഞാൻ ഒരു സദ്യ ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെല്ലാവരും വരണം. വലിയവരെന്നോ ചെറിയവരെന്നോ അടിമകളെന്നോ ഉടമകളെന്നോ വ്യത്യാസമല്ല, എല്ലാവരും നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട മുഴുവൻ ആളുകളും വരണം എന്ന് ക്ഷണിച്ചു. സദ്യ ഒരുക്കി. അപ്പൊ ഇദ്ദേഹം ഇതിന് കാരണം, അദ്ദേഹം നേരെ ദൂരെ നിന്ന് നിരീക്ഷിച്ചിട്ടുണ്ട്. ഈ സംഘം വരുമ്പോൾ ഒരു കാർമേഘം, കൊട പോലെ വട്ടത്തിലുള്ള ഒരു കാർമേഘം ഇങ്ങനെ സഞ്ചരിക്കുന്നു. യാത്രാ സംഘം നിൽക്കുന്നിടത്ത് അവിടെ നിൽക്കും, യാത്രാ സംഘം സഞ്ചരിക്കുമ്പോൾ കൂടെ സഞ്ചരിക്കും. അങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി ദൂരെയുള്ള മരത്തിന്റെ ചുവട്ടിലിരുന്നപ്പോൾ വലിയവരൊക്കെ ആദ്യം മരത്തിന് തണലുള്ള സ്ഥലത്തിരുന്നു. കുട്ടിയല്ലേ, അവര് പിന്നെയാണ്. കുട്ടി എത്തിയപ്പോഴേക്ക് തണലുള്ള ഭാഗമൊക്കെ കഴിഞ്ഞു. കുട്ടി ഇങ്ങേ പുറത്ത് ഇരുന്നപ്പം മരത്തിന്റെ നിഴൽ നേരെ ഇങ്ങേ പുറത്തേക്ക് മാറി. ഇത് നിരീക്ഷിച്ച് അദ്ദേഹം തൗറാത്തിലും ഇഞ്ചിയിലും പറഞ്ഞ നബിയുടെ ലക്ഷണങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വിളിച്ചപ്പോൾ ബാക്കിയിൽ വലിയവരൊക്കെ പോയി. കുട്ടികളെപ്പം എന്താ, മാന്യന്മാരെ കൊണ്ടുപോകണോടത്തേക്ക് കുട്ടികളെ എന്തിനാ കൊണ്ടുപോകുന്നുള്ള ആൾക്ക് വരുന്ന ഓരോരുത്തരും ലക്ഷണം ഇദ്ദേഹം അങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ ആളുകളൊക്കെ വരവ് കഴിഞ്ഞപ്പോൾ എല്ലാവരും വന്നോ? എല്ലാവരും വന്നു. ഇല്ലല്ലോ, ആരോ ബാക്കിയുണ്ട്. ഈ വലിയ ആളുകളൊന്നുമില്ല, ഒരു ചെറിയ കുട്ടിയുണ്ട്. കുട്ടീനെ പിന്നെ അവിടെ ഞങ്ങൾ സാധനമൊക്കെ ഉള്ളടത്ത് അവിടെ നിർത്തിയതാണ്. അത് പറ്റൂല, എല്ലാവരും വരണം എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടിയെ വന്നപ്പോൾ കുട്ടിയുടെ ശരീരത്തിന് കണ്ണിൻ്റെ പ്രത്യേകത, അതുപോലെ തന്നെ അവിടുത്തെ ശരീരത്തിൻ്റെ ഓരോ പ്രത്യേകതയും അദ്ദേഹം സൂക്ഷ്മമായി നിരീക്ഷിച്ച് എല്ലാവർക്കും സദ്യയൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയുടെ വാപ്യാരാണ് ചോദിച്ചു. സ്വാഭാവികമായും അബൂ ത്വാലിബ് പറഞ്ഞു ഞാനാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അതില്ല, ഈ കുട്ടിയുടെ വാപ്പ നിങ്ങൾ വാപ്പയാകാൻ നിവൃത്തിയില്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കുട്ടി ജനിക്കുന്നതിന് മുമ്പ് തന്നെ കുട്ടിയുടെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്, കുട്ടിക്ക് വാപ്പല്ല. അപ്പം തോലി പറഞ്ഞു അത് ശരിയാണ്, കുട്ടി ഗർഭം ധരിച്ച് 2 മാസമാകുമ്പോൾ തന്നെ എൻ്റെ അനുജനായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു. ഇപ്പം ഞാൻ കുട്ടിയുടെ വാപ്പയുടെ ജ്യേഷ്ഠനാണ്.
ഞാൻ മൂത്താപ്പ, ഞാനാണ് കുട്ടിയുടെ സംരക്ഷകൻ, വലിയ ഞാനാണ്, ആ നിലക്ക് പറഞ്ഞാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു, എന്നാലേ നിങ്ങളൊരു കാര്യം ഞാൻ വസീയത്തായി പറയാം. ഈ നാട് നസ്രാനികളുടെ നാടാണ് എന്നതിന് പുറമെ ജൂതന്മാർ അവിടെ ധാരാളം ഉണ്ട്. ഇവിടെ ജൂതന്മാർ വലിയ അസൂയാലുക്കളാണ്. എനിക്ക് ഈ കുട്ടിയെ പറ്റി ഒരുപാട് സത്യങ്ങൾ അറിയാം. ഈ സത്യങ്ങൾ അറിയുന്നവർ തന്നെയാണ് ഇവിടുത്തെ ജൂതന്മാർ. പക്ഷേ ജൂതന്മാരുടെ സ്വഭാവം അവർ കടുത്ത അസൂയാലുക്കളാണ്. അപ്പം ബനു ഇസ്മായിലിലേക്ക് നുബുവത്ത് പോകുന്നതിനെ ബനു ഇസ്ഹാഖാവുന്ന അല്ലെങ്കിൽ ബനു യാക്കൂബാവുന്ന ബനു ഇസ്രായേൽക്കാർ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് കുട്ടിയെ അപകടപ്പെടുത്തും. അതുകൊണ്ട് നിങ്ങൾ അധികം താമസിക്കേണ്ട അവിടെ. ഏതായാലും നിങ്ങൾ വന്ന കച്ചവടം പെട്ടെന്ന് കഴിഞ്ഞല്ലോ, ഇത്രയും പെട്ടെന്ന് നിങ്ങൾ വേഗം നാട്ടിൽ പോയിക്കോളൂ. കുട്ടിയും കൊണ്ട് ഇവിടെ അങ്ങനെ നടക്കുന്നത് സുരക്ഷിതമല്ല. അത് കഴിഞ്ഞതിന് ശേഷം നബി തങ്ങൾ അടുത്ത് വിളിച്ചു, കുട്ടിയോട് ചോദിച്ചു, ലാത്ത ഉസ്സയാണ് സത്യം, ഞാൻ ചില കാര്യങ്ങൾ നിന്നോട് ചോദിക്കും, നീ സത്യം പറയുമോ ചോദിച്ചു. അപ്പൊ കുട്ടി പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ഈ രണ്ട് നാമങ്ങളുടെ അത്ര വെറുക്കപ്പെട്ടൊരു നാമം വേറെ ഇല്ല, ലാത്ത ഉസ്സ. ഞാൻ അതിനൊരിക്കലും ആദരിക്കാറില്ലെന്ന് മാത്രമല്ല, ആ നാമം കേൾക്കുന്നത് തന്നെ എനിക്ക് വെറുപ്പാണ്. അതുകൊണ്ട് അത് മുൻനിർത്തി എന്നോട് ഒന്നും ചോദിക്കണ്ട, ഞാൻ പറയില്ല. അയാൾ പരീക്ഷിച്ചതാണ്. അയാൾ ലാത്തിൽ ഉസ്സയിൽ വിശ്വസിക്കുന്ന ആളല്ല, അയാൾ നല്ല 1 നമ്പർ മൂമിന, നസ്രാനിയാണ് മാത്രം. അപ്പോ അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ചില കാര്യങ്ങൾ ചോദിക്കാൻ, നീ സത്യം പറയണം. ചോദിച്ചോളൂ, അള്ളാഹുവിൻ്റെ പേരിൽ എന്ത് ചോദിച്ചാലും, എനിക്ക് അറിയുന്ന എന്ത് ചോദിച്ചാലും പറഞ്ഞുതരാം. അപ്പോൾ കുട്ടിയുടെ കണ്ണ് ലക്ഷണം പിടിച്ച് നോക്കി. അപ്പോൾ കണ്ണ് എപ്പോഴും നമ്മുടെ കണ്ണിൻ്റെ വെള്ള പോലെ തന്നെ വിധങ്ങളുടെ കണ്ണിൻ്റെ വെള്ളയിൽ ഒരു ഇളം ചുവപ്പ് എപ്പോഴും ഉണ്ടാവും. ഒരു രോഗമായ ചുവപ്പല്ല, ഒരു രക്തവർണം ആ വെള്ളയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവിടുത്തെ ശരീരത്തിൻ്റെ കൈച്ചട്ടയുടെ പിന്നിൽ, ഇടത്തെ കൈച്ചട്ടയോട് ചേർന്നുകൊണ്ട് 2 കൈയിൻ്റെയും ഇടയിലായിട്ട് പിന്നിൽ നല്ല ഭംഗിയുള്ള ചെറിയൊരു മുഴ ഉണ്ട്, സ്വർണ്ണ കളറുള്ള ഒരു മുഴ. ആ ശരീരം തന്നെ അങ്ങനെ സ്വർണ്ണ കളറാണ്. അതിൻ്റെ ചുറ്റും ഇങ്ങനെ ഒരു തൂവല് കൊണ്ട് വരയിട്ടതുപോലെ സ്വർണ്ണ കളറിലുള്ള രോമം ഇങ്ങനെ വലയം ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ ചെറിയൊരു മുട്ട പോലത്തെ ചെറിയൊരു അടയാളം. അത് ഖത്മുൻ നുബൂവത്ത് എന്ന് പറയുന്ന പ്രത്യേകതയാണ്. അത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായപ്പോൾ ബഹുമാനപ്പെട്ട സഫിയ ബീവി ലക്ഷണം നോക്കിയതാ. സഫിയ ബീവി അന്നും ജീവിച്ചിരിപ്പുണ്ട് നമ്മളുടെ കൂടെ തന്നെ. അതില്ല. പിന്നെ വഫാത്തായി നോക്കുമ്പോൾ ഈ മുട്ട പോലത്തെ ഈ സാധനം കാണാനില്ല. ഖത്മുൻ നുബൂവത്തായിരുന്നു. അപ്പം ഈ ലക്ഷണം പൂർവ്വ കിതാബുകളിലൊക്കെ പറഞ്ഞ ഇങ്ങനെ ലക്ഷണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അബൂ ത്വാലിബിനോട് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ്, അങ്ങനെ അബൂ ത്വാലിബ് പെട്ടെന്ന് ഇങ്ങനെയുള്ള ശല്യങ്ങളിലൊന്നും കൊടുക്കണ്ട എന്നുള്ള ആൾക്ക് തിരിച്ചു പോന്നു. അത് കഴിഞ്ഞ് പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 18-ാം വയസ്സാകുന്ന സമയത്താണ് ഹർബുൽ ഫിജാർ, പ്രസിദ്ധമായ സംഭവം, ഒന്നും വിശദീകരിക്കാൻ സമയമില്ല. ഹർബുൽ ഫിജാർ എന്ന പേരിൽ 4 യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഈ പേര് വരാൻ തന്നെ അതിന് കാരണം ഹറമിൽ വെച്ച് അന്യായമായി മുഹറമായ മാസങ്ങളിൽ നടക്കുന്ന അല്ലെങ്കിൽ ഹറമിൽ വെച്ച് നടക്കുന്ന യുദ്ധങ്ങൾക്കാണ് ഹർബുൽ ഫിജാർ എന്ന് പറയുന്നത്. എന്തൊക്കെ പ്രകോപനങ്ങളുണ്ടായാലും മുഹറമായ 4 മാസത്തിൽ യുദ്ധം ചെയ്യില്ല ജാഹിലിയ കാലത്ത്. അതുപോലെ തന്നെ ഹറമിൽ പ്രവേശിച്ച ഒരാള് സ്വന്തം പിതാവിൻ്റെ കൊലയാളിയാണെന്ന് ബോധ്യമുണ്ടായാൽ പോലും ഹറമിൽ വെച്ച് ഒന്നും ചെയ്യില്ല. മറിച്ച് അവർ ചെയ്യുക, ഇങ്ങനത്തെ ആളാണെങ്കിൽ മറ്റുള്ളവരോടൊക്കെ ചട്ടം കെട്ടിയിട്ട് ഹറമിൽ നിന്നിട്ട് അവന് ഭക്ഷണവും വെള്ളവും തടയുക ചെയ്യുക. അങ്ങനെ നിർബന്ധിതനാക്കുക പുറത്തിറങ്ങാൻ. ഹറമിൻ്റെ അതിർത്തിയിൽ നിന്ന് പുറത്തിറങ്ങിയാലേ ഈ വാപ്പയുടെ കൊലയാളിയാണെങ്കിൽ പോലും അവനോട് പ്രതികാരം ചെയ്യും. അങ്ങനെയാണ് ജാഹിലിയ കാലത്ത് തന്നെ ഹറമിനും മുഹറമായ മാസങ്ങൾക്കും. അങ്ങനെ മുഹറമായ മാസത്തിൽ ഉർവത്ത് റഹാൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രസിദ്ധനായ ഒരു വ്യാപാരിയുണ്ട്. പുറമെ നിന്ന് കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആളാണ്. അത് അസൂയാലുവായ ഒരു ഖുറൈശി, അദ്ദേഹത്തിന്റെ വ്യാപാരം ഖുറൈശികളുടെ പ്രത്യേക അനുമതിയും അവരുടെ സംരക്ഷണവും ഇല്ലാതെ വരുന്നത് കണ്ടപ്പോ ഈ നിരപരാധിയായ മനുഷ്യനെ എന്താക്കി, അക്രമിയായ
ഒരു മനുഷ്യൻ കൊലപ്പെടുത്തി. മുഹറമായ മാസത്തിൽ അന്യൊരാളെ കച്ചവട സംഘം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിരപരാധിയായ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയപ്പോ അദ്ദേഹത്തിന്റെ ഗോത്രങ്ങൾ ഇളകി വശായി. അങ്ങനെ സൂഖ് വഖാദിൽ വെച്ച് തുടങ്ങിയ യുദ്ധം 4 ഘട്ടങ്ങളിലായി നടന്നു. അതിൽ ഏറ്റവും ശക്തമായി നടന്ന പ്രധാന യുദ്ധം നടക്കുന്നത് മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ന് 16 അല്ലെങ്കിൽ 18 വയസ്സായ സമയത്താണ്. അന്ന് ബനൂ ഹാഷിമും ബനൂ മുത്തലിബും ഉൾപ്പെടെ ഈ അന്യായക്കാരന്റെ പക്ഷത്ത് നിന്ന് ഈ അക്രമിക്കെതിരിൽ പോരാടുന്ന കൂട്ടത്തിലുണ്ടായിരുന്നു. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പിതൃവ്യന്മാർക്ക് അമ്പെടുത്തു കൊടുക്കലും ആയുധങ്ങൾ തയ്യാറാക്കി കൊടുക്കലും ഇങ്ങനെ യുദ്ധത്തിൽ നേരിട്ട് ആയുധ പ്രയോഗത്തിൽ ഇടപെട്ടിട്ടില്ലെങ്കിലും യുദ്ധമുറകളിലൊക്കെ തൻ്റെ പിതൃവ്യന്മാരെ സഹായിച്ചുകൊണ്ട് യുദ്ധമുറകൾ നേരിട്ട് കണ്ടു മനസ്സിലാക്കാനും അനുഭവത്തിലൂടെ ബോധ്യപ്പെടാനുമുള്ള ഒരു സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തു. ഹർബുൽ ഫിജാർ പറഞ്ഞാൽ 4 പ്രധാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടത്. അതിലേക്കൊന്നും കടന്നു പോകാൻ നമുക്ക് സമയമില്ല. അങ്ങനെ പിൽക്കാലത്ത് അനിവാര്യമായും വേണ്ടി വന്നേക്കാവുന്ന യുദ്ധരംഗങ്ങളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എന്നും നേതൃപരമായി ഇടപെടേണ്ടത് എങ്ങനെയാണെന്നും സൈനികമായ നീക്കങ്ങൾ നടത്തേണ്ടത് എങ്ങനെയാണെന്നും യുദ്ധതന്ത്രങ്ങൾ എങ്ങനെയൊക്കെ ആവിഷ്കരിക്കാമെന്നും അനുഭവത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു തൻ്റെ പിതൃവ്യന്മാരുടെ കൂടെ. അത് കഴിഞ്ഞ് 20-ാമത്തെ വയസ്സിൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹുവിനെ കൂടെ രണ്ടാമത് വീണ്ടും കച്ചവടത്തിന് പോയി. അന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 20 വയസ്സാണ്. സ്വാഭാവികമായും സിദ്ദീഖ് റളിയല്ലാഹു തആല 18 വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ. ഈ യാത്രയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല ഉൾപ്പെടെയുള്ള കച്ചവട സംഘം വിജയകരമായി കച്ചവടം ചെയ്ത് വമ്പിച്ച ലാഭത്തോടുകൂടി തിരിച്ചു വന്ന് കച്ചവടത്തിൽ ഒന്നുകൂടി പരിചയവും നൈപുണ്യവും നേടാൻ സാധിച്ചു. ചെറുപ്പം മുതലേ 2 വയസ്സ് ബേക്കിലാണെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അന്ന് മുതൽക്ക് തന്നെ ഇണവഴിയാത്ത കൂട്ടുകാരാണ്. അത് കഴിഞ്ഞ് 24-ാമത്തെ വയസ്സിൽ വീണ്ടും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കച്ചവടത്തിന് പോയി. തൻ്റെ ഒരു വിശ്വസ്തനായ കൂട്ടുകാരനും താനും കൂടി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരിയുണ്ട്. അത് നേരത്തെ നമ്മൾ ഖദീജ ബീവിയുടെ ചരിത്രം പറഞ്ഞോർത്ത് ചെറുതായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ഇനി കൂടുതൽ കടന്നു വരുന്നില്ല. ആ കച്ചവടവും വമ്പിച്ച വിജയവുമായി തിരിച്ചു വന്നു. അപ്പോ ഖദീജ ബീവിയുടെ സഹോദരി ഖദീജ ബീവിയെ പോലെ അത്ര വലിയ വ്യാപാരി അല്ല, വൻകിട വ്യാപാരമല്ല, ഇടത്തരം വ്യാപാരമേ അവർക്കുള്ളൂ. കച്ചവടത്തിൽ കാണിച്ച നൈപുണ്യവും വമ്പിച്ച വിജയവും മനസ്സിലാക്കിയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവര് നേരിട്ട് പറഞ്ഞു, മുഹമ്മദ്, നിങ്ങളെ പോലെയുള്ള വിദഗ്ധനായ കഴിവുറ്റ വിശ്വസ്തനായ ഒരാള് എൻ്റെ ഖദീജക്ക് ആവശ്യമുണ്ട്. അവര് വലിയ വ്യാപാരിയാണ്, ധാരാളം ആളുകളെ കച്ചവടത്തിനയക്കുന്ന വലിയ പണക്കാരിയാണ്. നിങ്ങളെപ്പോലത്തെ വിശ്വസ്തനും കഴിവ് തെളിയിച്ചവനുമായ ഒരാളെ കിട്ടിയാൽ അവൾക്ക് വലിയൊരു ആശ്വാസമായി മാറും. നിങ്ങൾക്കും തന്നെ അത് ഭാവി ജീവിതത്തിൽ വലിയ സമാധാനം സന്തോഷവും. കാരണം മൂത്താപ്പ ദാരിദ്ര്യത്തിലാണല്ലോ, അതിനൊരാശ്വാസമാവും എന്ന് പറഞ്ഞ് പിന്നീട് തൻ്റെ 25-ാമത്തെ വയസ്സിലാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കച്ചവടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏർപ്പെടുന്നത്. അഴിക്കട്ടെ, അതിൻ്റെ ഇടയ്ക്ക് 12-ാമത്തെ വയസ്സിൽ കച്ചവടം കഴിഞ്ഞു വന്നു. അപ്പോഴും വീട്ടിൽ പ്രയാസങ്ങൾ തന്നെ, പ്രാരാബ്ദങ്ങൾ തന്നെ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂത്താപ്പ ഒന്നും പറയില്ല, സ്വന്തം കണ്ടറിഞ്ഞ് വീട്ടിൽ പട്ടിണിയും കഷ്ടപ്പാടുമാണ്. മൂത്താപ്പാക്കാണെങ്കിൽ നല്ലോണം വയസ്സുമായി. ഈ സമയത്ത് അദ്ദേഹത്തെ വിഷമിപ്പിക്കാൻ പാടില്ല. നമ്മോട് കഴിയുന്ന നിലക്കുള്ള ഒരു താങ്ങ്
നമ്മൾ സ്വയം ആയി മൂത്തപ്പയെ ഒന്ന് സഹായിക്കുകയാണ് വേണ്ടത് എന്ന് സ്വയം മനസ്സിലാക്കി നാട്ടുകാരായ വലിയ ആട് വളർത്തൽക്കാർ മുതലാളിമാരുണ്ട്. അവരിങ്ങനെ കുട്ടികളെ അടിമകളെയൊക്കെ കൂലിക്ക് വിളിച്ചിട്ട് ആടിനെ മേക്കാൻ വിടും. അങ്ങനെ മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 12ാമത്തെ വയസ്സിൽ തുടങ്ങി ആട് മേക്കാൻ പോകും. അങ്ങനെ ആട് വെച്ചുകൊണ്ട് മലമ്പ്രദേശങ്ങളിൽ ചിലപ്പോൾ 4ഉം 5ഉം 6ഉം ദിവസങ്ങളൊക്കെ താമസിക്കും. അതിനുള്ള വെള്ളവും ഉണക്കറൊട്ടിയാണ് ഭക്ഷണം, അതും കൂടെ കൊണ്ടുപോകും. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞിട്ടൊക്കെയാണ് വീട്ടിൽ വരിക. എന്നാൽ ഈ കിട്ടുന്ന കാശ്, താൻ ഈ ആട് വെച്ച് കിട്ടുന്ന കാശ് മൂത്താപ്പാക്ക് സഹായമായിട്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കും. അങ്ങനെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് അന്നുള്ളൊരു സമ്പ്രദായമാണ്, മുതിർന്നവരൊക്കെ മഗ്‌രിബായാലൊക്കെ അവിടെ വീടുകളിൽ ഒതുങ്ങും. പിന്നെ പുറത്തൊന്നും അങ്ങനെ വല്ലാതെ പോകില്ല. ഇപ്പത്തേക്ക് പാതിര വരെ ബഹളമായിട്ട് നടക്കുന്ന സമ്പ്രദായം ഒന്നും അറബികൾക്കില്ല. എന്നാൽ ചെറുപ്പക്കാർ കുട്ടികൾ രാത്രി വൈകുന്നേരം വരെ നേരം പോക്കും കളികളും കഥ പറയലും ഒക്കെ ആയിട്ട് കഴിച്ചു കൂട്ടും. ഒരു ദിവസം തൻ്റെ കൂടെ ആട് മേക്കുന്ന മറ്റൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയോട് പറഞ്ഞു, എടാ നീ പലപ്പോഴും അങ്ങാടിയിൽ സമറിന് പോവാറുണ്ടല്ലോ. സമർ പറഞ്ഞാൽ രാത്രി കഥ പറയാനെന്നാ. സമറിന് പോവാറുണ്ടല്ലോ. അന്ന് നിന്റെ ആടിനെ ഞാനാണ് നോക്കാറ്. ഇന്ന് എനിക്കൊരാഗ്രഹം, ഒന്ന് മക്കയിൽ പോയി സമറിന് കൂട്ടുകാരുടെ കൂടെ കൂടിയാലോ, നീ എൻ്റെ ആടൊന്ന് നോക്കുമോ ചോദിച്ചു. അപ്പോൾ അത് കുട്ടി സന്തോഷത്തോടു കൂടി പറഞ്ഞു, പലപ്പോഴും ആ കുട്ടി പോകുമ്പോൾ നബി തങ്ങളാ നോക്കുക. പറഞ്ഞു ആയിക്കോട്ടെ, നീ പോയിട്ട് വന്നോ, ഞാൻ നോക്കിക്കോളാം ആടിനെയാണ്. അങ്ങനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ 12 വയസ്സുകാരൻ മലയിറങ്ങി വന്നു. പട്ടണത്തിൽ പ്രവേശിക്കാൻ വേണ്ടി താഴ്വരയിൽ എത്തിയിട്ടുള്ളൂ. അപ്പം അതിൻ്റെ പരിസരത്തൊരു വീട്ടിൽ നിന്നിട്ട് ദഫ്മുട്ടലും പാട്ടും കേട്ട്. അപ്പം എന്താ അവിടെ ദഫും പാട്ടും കേൾക്കണോ ചോദിച്ചു. അപ്പം അവിടെ ആ വീട്ടിൽ കല്യാണം നടക്കുകയാണ്. അപ്പം കല്യാണത്തിൽ ദഫ്മുട്ടലും പാട്ട് പാടലും അക്കാലത്തെ ഉണ്ട്. അത് ഇസ്ലാമും തന്നെ അനുവദിച്ച കാര്യങ്ങളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പാട്ട് പാടാനും ദഫ് മുട്ടാനും ഒക്കെ കല്യാണ ആഘോഷങ്ങളിൽ അനുവാദം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ സമറിന് പോണതിന് മുമ്പ് ഈ പാട്ടും ദഫ് മുട്ടും കുറച്ചു നേരം കേൾക്കാമെന്ന നിലക്ക് ആ ഇറങ്ങി വന്ന താഴ്വരയിൽ തന്നെ ഒരു മരത്തുമ ചാരിയിട്ട് ഇങ്ങനെ ഇരുന്നത് ഓർമ്മയുണ്ട്. ഇരിക്കലും ഉറക്കലും കഴിഞ്ഞു. പിന്നെ ദഫ് മുട്ടും ഇല്ല, പാട്ടും ഇല്ല, ഉറങ്ങിപ്പോയി. ആ ഇരുത്തം നേരം പുലർന്ന് സൂര്യൻ ഉദിച്ച് വെയിൽ ദേഹത്ത് മുട്ടുമ്പോഴാണ് ഞെട്ടി ഉണർന്നത്. നോക്കണ്ട്, ഞെട്ടി ഉണർന്ന്. പിന്നൊന്നുമില്ല, കല്യാണം കഴിഞ്ഞ് ഒന്നും കഴിഞ്ഞ് ആരും ഒന്നുമില്ല. തിരിച്ചു വന്നു. കൂട്ടുകാരൻ ചോദിച്ചു, മുഹമ്മദ് ഇന്ന് എന്തായി? ഇന്നലെ ആരൊക്കെ ഉണ്ടേന് കൂട്ടുകാര്? കഥ പറച്ചില് ആരൊക്കെ ആയിട്ടേന്? ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ താഴെ ഇറങ്ങി ചെന്നപ്പോ തന്നെ ഒരു വീട്ടിൽ കല്യാണം നടക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ ദഫും മുട്ടും പാട്ടും കേട്ടപ്പോൾ കുറച്ചു നേരം അത് കേൾക്കാന്ന് കരുതി ഇരുന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ വെയിലുദിക്കുന്നവരെ ഞാൻ ഉണർന്നേയില്ല. ഓക്കെ, അങ്ങനെ കേട്ടയ. പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ കൂടി അങ്ങനെ ഒരാഗ്രഹം. ആ ആഗ്രഹം വന്നപ്പോഴും ഇതൊരു നിഷിദ്ധമായ കാര്യത്തിനല്ല, പക്ഷെ എങ്കിൽ പോലും അത്ര നല്ലതല്ല കേട്ടോ. രാത്രി വൈകിയും കഥ പറഞ്ഞും നേരം പോക്ക് പറഞ്ഞും സമയം കളയാന്ന് പറയുന്നത് നല്ലതല്ല. പക്ഷെ ഒരു തെറ്റ് ഹറാമെന്നൊന്നും പറയാനില്ല. അന്നും ഈ കുട്ടി ആട് നോക്കാനേറ്റു. ഞാൻ വഴി ഇറങ്ങണ്ടെന്ന് വെച്ച് വേറൊരു വഴിക്ക് ഇറങ്ങി. കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ വഴിക്കല്ലാതെ വേറൊരു വഴിക്ക് ഇറങ്ങി. പട്ടണത്തിലെത്തല്ലേ വേണ്ടി അള്ളാഹുവിൻ്റെ ഖളാ നോക്കണം. താഴെ ഇറങ്ങിയപ്പോൾ അന്നും അങ്ങനെ തന്നെ ആ ഭാഗത്തൊരു വീട്ടിലെ കല്യാണം നടക്കുക. അപ്പം അവിടുന്ന് ദഫ് മുട്ടും പാട്ടും കേൾക്കുന്നുണ്ട്. കുറച്ചു നേരം പാട്ടും ദഫ് മുട്ടും കേൾക്കാൻ കരുതി ഇരുന്നത് പരമാർത്ഥം ആ ഇരിപ്പിൽ ഉറങ്ങിപ്പോയി. പിന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ അതേ സെയിം രൂപം വെയിലുദിച്ച് ദേഹത്ത് സൂര്യന്റെ വെയിലേറ്റപ്പോഴാണ് ഞെട്ടി ഉണരുന്നത്. ഇത് പിന്നീട് പിൽക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നു, ജാഹിലിയ കാലത്ത് യുവാക്കൾ ചെയ്തിരുന്ന വിനോദങ്ങളിൽപ്പെട്ട സമറ് പറയാൻ വേണ്ടിയിട്ട് 2 പ്രാവശ്യം എനിക്ക് ആഗ്രഹം വന്നു. പക്ഷേ 2 പ്രാവശ്യവും ഫമനഅനിഹില്ല, അല്ലാഹു തആല എനിക്കത് സാധിപ്പിച്ചില്ല, തടഞ്ഞു. പിന്നീട്
നുബൂവത്ത് കൊണ്ട് അള്ളാഹു എന്നെ അനുഗ്രഹിക്കുന്നത് വരെ അങ്ങനെ ഒരാഗ്രഹം എനിക്ക് എൻ്റെ ജീവിതത്തിൽ വന്നിട്ടേയില്ല. അദ്ദബനി റബ്ബി ഫഹ്സന തഅദീബി. ഇതൊന്നും ചെറിയ വിഷയമായിട്ട് കാണണ്ട. അല്ലാഹു തആല നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരോ ചില ആളുകൾ പറഞ്ഞില്ലേ, 40 വയസ്സ് വരെ എന്താ കേവലം ഒരു അറബി പയ്യൻ, സാധാരണ ജനിക്കുന്നത് പോലെ ജനിച്ച് സാധാരണ പിള്ളേർ വളരുന്നത് പോലെ വളർന്നു ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചു. 40 വയസ്സ് കിട്ടിയപ്പോൾ നബിയായി. 63-ാമത്തെ വയസ്സിൽ വഫാത്തായപ്പോൾ സാധാരണ പോലെ മരിക്കുകയും ചെയ്തു. ആ മുഴുവനും അബദ്ധ പറഞ്ഞു. സാധാരണ പോലെ അല്ല ജനിച്ചത്. ജനിക്കുമ്പോൾ ഒരുപാട് 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 അസാധാരണ സംഭവങ്ങൾ ഉണ്ടായി എന്ന് നമ്മൾ പഠിച്ചു. സാധാരണ അറബി പയ്യന്മാർ വളരുന്നത് പോലെയല്ല വളർന്നത്. ഒരു വാക്കിലോ ഒരു പ്രവൃത്തിയിലോ ഒരു പെരുമാറ്റത്തിലോ ആർക്കെങ്കിലും ഒരാൾക്കൊരു നീരസമുണ്ടാക്കുന്ന ഒരു പെരുമാറ്റമോ വാക്കോ പ്രവൃത്തിയോ ആ ജീവിതത്തിൽ എവിടെയുമില്ല. അത് സാധാരണ സംഭവമല്ല. അള്ളാഹുവിൻ്റെ പ്രത്യേക സംരക്ഷണമാണ്. കാരണം മദ്രസയിൽ പോയിട്ടില്ല, ഇൽമു പഠിപ്പിച്ചിട്ടില്ല, ഉസ്താദില്ല, ബാപ്പല്ല, ഒന്നുമില്ല. എന്തും ചെയ്യാവുന്നൊരു കാലം. പക്ഷേ അതിൽ നിന്ന് പ്രത്യേകമായി അല്ലാഹു തആല സംരക്ഷിച്ചു. എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് തിരിയുന്ന രീതിയിൽ അൽ അമീൻ എന്ന് ഇസ്ലാമിൻ്റെ മുമ്പ് മക്കയിലുള്ള മുഴുവൻ ആണും പെണ്ണും പറയുന്നൊരവസ്ഥയിൽ പ്രത്യേക ശോഭിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായി അല്ലാഹു തആല ഇങ്ങനെ വളർത്തിക്കൊണ്ടു. അങ്ങനെയാണ് 25-ാമത്തെ വയസ്സ് പൂർത്തിയാവുന്ന സമയത്ത് നേരത്തെ പോയ കച്ചവടത്തിൻ്റെ ലാഭവിഹിതം വാങ്ങാൻ വേണ്ടിയിട്ട് ചെന്ന സമയത്ത് ഖദീജ ബീവിയുടെ സഹോദരി പറഞ്ഞതനുസരിച്ച് തൻ്റെ കൂട്ടുകാരൻ സ്വന്തം പോയി അന്വേഷിക്കാൻ അല്പം വിഷമം തോന്നി. അപ്പോൾ തൻ്റെ കൂടെ പോകുന്ന കൂട്ടുകാരനോട് പറഞ്ഞ് നീയൊന്ന് അന്വേഷിക്കണം. അങ്ങനെ അദ്ദേഹം പോയിട്ട് അന്വേഷിച്ചു. അപ്പൊ അവർ വളരെ സന്തോഷത്തോടു കൂടി, അബ്ദുൽ മുത്തലിബിന്റെ മോനല്ലേ, അല്ലമീനല്ലേ, എനിക്ക് അങ്ങനത്തെ ഒരാളെ തന്നെ കച്ചവടത്തിന്റെ മേൽനോട്ടം വഹിക്കാൻ കിട്ടേണ്ടത്, അതുകൊണ്ട് അദ്ദേഹത്തോട് വരാൻ പറഞ്ഞു. ഈ വിവരം അറിഞ്ഞപ്പോൾ മൂത്താപ്പ അബൂ ത്വാലിബും അതിൽ പ്രോത്സാഹിപ്പിച്ചു. മോനെ, നമ്മൾ ഏതായാലും വലിയ വിഷമത്തിലാണ്, ഒരു സംഖ്യ മുടക്കി തന്നുകൊണ്ട് എൻ്റെ മോനെ കൊണ്ട് കച്ചവടം ചെയ്യിക്കാൻ മൂത്താപ്പാൻ്റെ അടുക്കൽ കാശൊന്നുമില്ല. നബി തങ്ങളുടെ അടുക്കലാണെങ്കിൽ അതുമില്ല. പാപ്പ 25-ാമത്തെ വയസ്സിൽ തന്നെ മരണപ്പെട്ടു പോയി, സാമ്പത്തികമായ കഴിവൊന്നുമില്ല. വല്ലിപ്പാക്ക് മുതലുണ്ടെങ്കിലും പാപ്പ ജ്യേഷ്ഠ മൂത്താപ്പമാരും പെങ്ങന്മാരും അമ്മായികളും ജീവിച്ചിരിക്കെ മരിച്ചുപോയ വാൻ്റെ പേരമക്കൾക്ക് സ്വത്ത് കിട്ടൂല എന്നുള്ള നിയമം അന്നും അങ്ങനെ തന്നെ. അപ്പോൾ ബാപ്പാൻ്റെ 5 ആടുകളും ഒരൊട്ടകവും ഒരടിമസ്ത്രീയുമാണ് ആകെ അനന്തര സ്വത്തായിട്ടുണ്ടായത്. പിന്നെ ആ ഒരു വീടും. അപ്പോൾ ഒരു കാശ് മുടക്കി തന്നുകൊണ്ട് ഒരു കച്ചവടത്തിന് അയക്കാൻ എന്നോട് കഴിയൂല. നമുക്ക് കുടുംബത്തിലൊക്കെ ബുദ്ധിമുട്ടും പ്രാരാബ്ദവും ആണല്ലോ. എനിക്കാണെങ്കിൽ വലിയ മനുഷ്യനായി, 10-25 വയസ്സായി. ഇനി കല്യാണത്തെക്കുറിച്ചും മറ്റുമൊക്കെ ചിന്തിക്കണ്ടേ. ഏതിനും വേണം സാമ്പത്തികമായൊരു കഴിവ്. അപ്പോൾ ഖദീജയെ സമീപിച്ചാൽ അവർ നമ്മളുമായിട്ട് ബന്ധമുള്ളവരാരും പുറമക്കാരൊന്നുമല്ല, മനസ്സിലാക്കണം. ഈ സഫിയ ബീവി നബി തങ്ങളുടെ അമ്മായി അബ്ദുള്ള എന്നവരുടെ പെങ്ങളെ കെട്ടിയത് ഖദീജ ബീവിന്റെ നേരെ ആങ്ങളെ, ഒരു പുറമക്കാരൊന്നുമല്ല. ഈ അവ്വാം എന്ന് പറയുന്നത് ഖുവൈലിദിന്റെ മകനാ. ഈ അവ്വാമാണ് ബഹുമാനപ്പെട്ട സഫിയ ബീവി റളിയല്ലാഹു തആല അൻഹയെ കല്യാണം കഴിച്ചത്. നബി തങ്ങളുടെ വാപ്പിമ്മയും ഒത്ത നേരെ പെങ്ങള് അമ്മായിനെ കെട്ടിയത്. അതിലുണ്ടായ ഈ അമ്മായിക്കും ഖദീജ ബിന്റെ ആങ്ങളെയാവുന്ന അവ്വാമിനും കൂടി ജനിച്ച ആളാണ് സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല ഖദീജ ബിന്റെ ആങ്ങളന്റെ മോനാണ്. അതോടുകൂടി നബി തങ്ങളുടെ അമ്മായിന്റെ മോനുമാണ്, നബി തങ്ങളെ മച്ചുനേനാണ്. അപ്പൊ അവര് നേരെ കെട്ടുബന്ധമുള്ള വീട് തന്നെയാണ്. അപ്പൊ പറഞ്ഞനുസരിച്ച് അന്വേഷിച്ചു. മൂത്താപ്പാന്റെ പ്രോത്സാഹനം ഇവരുടെ ആവശ്യവും അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കച്ചവടം ഏറ്റെടുക്കാൻ. ഈ കച്ചവടം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, മുദാറബ എന്നാണ് അതിന് പറയാ. അക്കാലത്ത് ശറഇന്റെ ഫിഖ് നിയമപ്രകാരം ലാഭക്കൂറ് കച്ചവടം എന്ന് പറയും. ഖിറാദ്, ഒരാൾ പണം മുടക്കുക, മറ്റുള്ളവർ ബിസിനസ് ചെയ്യുക, ലാഭവിഹിതം മുൻ നിശ്ചയപ്രകാരം വീതിക്കുക. അത് എത്ര ശതമാനം ആക്കാം.
മുടക്കുന്ന ആൾ കച്ചവടം ചെയ്യുന്നില്ല, കച്ചവടം ചെയ്യുന്ന ആൾ പണം മുടക്കുന്നില്ല. എത്ര ശതമാനം ലാഭം മുതലാളിക്ക് കൊടുക്കണം, വ്യാപാരം ചെയ്തവന് എത്ര ശതമാനം എടുക്കണം എന്ന് നേരത്തെ വ്യവസ്ഥ ചെയ്തിരിക്കും. ഇതിന് ഖിറാദ് കച്ചവടം എന്നാണ് ഇസ്ലാം പറയുക. അപ്പൊ അതനുസരിച്ചാണ് ഖദീജ ബീവി കച്ചവടം ചെയ്യുന്നത്. അല്ലാതെ ഖദീജ ബീവി പീടിയ പോലോ കച്ചവടം ചെയ്യലോ ഒന്നുമില്ല. വലിയ വലിയ കഴിവ് തെളിയിച്ച വ്യക്തികളെ വിളിച്ചു വരുത്തിയിട്ട് ഇത്ര ശതമാനം ലാഭം നിങ്ങൾക്ക് തരും, ബാക്കിയുള്ള ശതമാനം എത്ര വെച്ചാൽ അതെനിക്ക് എന്ന വ്യവസ്ഥയിൽ മുടക്കി കൊടുക്കുക. അങ്ങനെ സാധാരണ എല്ലാവർക്കും കൊടുക്കുന്നതിൻ്റെ ഡബിൾ പ്രതിഫലം നബിതങ്ങൾക്ക് കൊടുക്കുക. കാരണം അബ്ദുൽ മുത്തലിബിന്റെ പേരക്കുട്ടിയാണല്ലോ, പ്രത്യേകിച്ച് മക്കയിൽ അറിയപ്പെട്ട അൽ അമീന് ആണ് താനും. അപ്പൊ ഖദീജ ബീവിയുടെ അരികെ നേരത്തെ തന്നെ ചില വിവരങ്ങളുണ്ട്. ഒന്ന്, ഇന്നലെ നമ്മൾ പറഞ്ഞ, ഇന്നലെയല്ല അതിന്റെ തലേന്ന് പറഞ്ഞ വറഖത്ത് ബിൻ നൗഫൽ ഖദീജ ബീവിയുടെ പിതൃവ്യന്റെ മോനാണ്. അവര് തൗറാത്തും ഇഞ്ചീലും പഠിച്ച് അത് അറബിയിലേക്ക് പരിഭാഷപ്പെടുത്തുന്ന മുഅ്മിനായ നല്ലൊരു മനുഷ്യനാണ്, ധാരാളം അറിവിന്റെ ഉടമയുമാണ്. ആ മതം സ്വീകരിച്ചിട്ടില്ലെങ്കിലും ആ മാർഗം സ്വീകരിച്ച ആളാണ് ഖദീജ ബീവി. എന്ന് പറഞ്ഞാൽ തൗഹീദിൽ അടിയുറച്ച് ജീവിക്കുക, ശിർക്കിനെയും ബിംബങ്ങളെയും വെടിയുക. ഇങ്ങനെ പലരും ഉണ്ട് അതിന് ഒറ്റപ്പെട്ട ആള്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര. അപ്പോ അന്ത്യപ്രവാചകനെ സംബന്ധിച്ചുള്ള സുവിശേഷവും പ്രത്യേക വിവരണങ്ങളുമൊക്കെ പിതൃവ്യപുത്രനാവുന്ന വറഖത്ത് ബിൻ നൗഫലിൽ നിന്നിട്ടും ഖദീജ ബീവി നേരത്തെ കേട്ടിട്ടുണ്ട്. ഏകദേശം ഒരുവിധമൊക്കെ ലക്ഷണങ്ങൾ കണ്ടാൽ അതിനുള്ള ഏതാണ്ടെല്ലാം സാധ്യത മക്കയിൽ ഇപ്പോൾ ജീവിക്കുന്ന കൂട്ടത്തിൽ അൽ അമീൻ ആവണം എന്ന് ഖദീജ ബീവിന്റെ അടുക്കൽ ധാരണയുമുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഉത്സവത്തിൽ എല്ലാ സ്ത്രീകളും പോകുന്ന കൂട്ടത്തിൽ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ഉത്സവത്തിന് പോയിട്ടുണ്ട്. അപ്പൊ ഉത്സവ പറമ്പിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നിടത്ത് ഒരു ജൂത പണ്ഡിതൻ, വൃദ്ധനായ ഒരു ജൂത പണ്ഡിതൻ ഈ സ്ത്രീജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയുണ്ടായി, ഓ ഖുറൈശി വനിതകളെ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുന്നു. ഇബ്രാഹിമി മില്ലത്തിനെ പുനരുദ്ധരിക്കുന്ന, പ്രവാചക ശൃംഖല അവസാനിപ്പിക്കുന്ന ഒരു ഖാതിമുൻ നബിയ്യൻ നിങ്ങളെ നാട്ടിൽ വരാൻ പോകുന്നു. അദ്ദേഹം സമീപകാലത്ത് ആഗതനാകും. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പത്നീപദം അലങ്കരിക്കാൻ ആർക്കെങ്കിലും ഭാഗ്യം ലഭിക്കുകയാണെങ്കിൽ അവർ ഇഹത്തിലും പരത്തിലും ഭാഗ്യവതികളാണ്. നിങ്ങളിൽ ആർക്കാ ഭാഗ്യം ലഭിക്കുമെന്ന് എനിക്കറിയില്ല. ആർക്കെങ്കിലും അങ്ങനെ ഒരു ഭാഗ്യം ലഭിച്ചാൽ അവൻ ഇഹ പര വിജയം നേടിയവരായിത്തീരും. ഇത് ഖദീജ ബീവിയുടെ മനസ്സിൽ അങ്ങനെ കൊണ്ട് കിടക്കുന്നുണ്ട്. ലക്ഷണം കൊണ്ട് പിതൃവ്യപുത്രൻ പറഞ്ഞ ഏതാണ്ട് ഒരു വിധം ലക്ഷണങ്ങളൊക്കെ ഈ യുവാവിൽ കാണുന്നുണ്ട്. ഇയാൾ പറഞ്ഞതനുസരിച്ച് സമീപകാലത്ത് അദ്ദേഹം വരുമെന്നും ആ മഹാന്റെ ഖിദ്മത്ത് ചെയ്യാനും ഭാര്യാപദം അലങ്കരിക്കാനും ഭാഗ്യത്താൽ ഇഹപര വിജയം നേടും എന്നും കേട്ടപ്പോ ഖദീജ ബീവി തൻ്റെ മനസ്സിൽ ഒരു സ്വപ്നമായി അത് കൊണ്ടു നടക്കുക. ഏതാണ്ടൊക്കെ ലക്ഷണങ്ങൾ കണ്ടപ്പോൾ ഒന്ന് അടുത്തറിയാമെന്ന നിലക്ക് നല്ല കുശാഗ്രബുദ്ധിയും നിരീക്ഷണ പാടവത്തിൽ വ്യക്തിത്വം തെളിയിച്ച വ്യക്തിയുമാണ് മൈസറ. ഖദീജ ബീവിന്റെ അടിമയാണ്, പെണ്ണല്ല ആണാണ് മൈസറ. മൈസറത്തിനെ സഹായിയായി കൂടെ അയച്ചു. സാധാരണ കച്ചവടത്തിന് പോകുമ്പോൾ ആരും സഹായത്തിന് കൂടെ ഒന്നും കുഴക്കില്ല, ലാഭം വിധിക്കായി. അപ്പൊ ഓല് വേണമെങ്കിൽ ആളെ കൂട്ടുക. ഖദീജ ബീവി നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അയച്ച. എന്നിട്ട് പറഞ്ഞു, ഇവിടെ നിന്ന് പുറപ്പെട്ടാൽ പോയി ഷാമിൽ പോയി കച്ചവടം കഴിഞ്ഞ് തിരിഞ്ഞ് ഇവിടെ എത്തുന്നത് വരെ മുഹമ്മദിന്റെ അല്ലെങ്കിൽ അൽ അമീനിന്റെ എല്ലാ ചലനങ്ങളും നീക്കങ്ങളും നിരീക്ഷിക്കണം. അത് ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യണം എന്ന് ഖദീജ ബീവി മൈസറത്തിന് ചട്ടം കെട്ടി. അപ്പൊ യഥാർത്ഥത്തിൽ നിരീക്ഷിക്കാനാണ് ആളയക്കുന്നത്. പേരിൽ പ്രത്യക്ഷത്തിൽ ഖാദിമായിട്ടാണ് അയച്ചതെങ്കിലും അങ്ങനെ ബഹുമാനപൂർവം മൈസറത്ത് നബി തങ്ങൾക്ക് ഖിദ്മത്തിലായിക്കൊണ്ട് കച്ചവടത്തിനോട് പുറപ്പെട്ടോടെ മുതൽക്ക് വെയിൽ ചൂടായാൽ ഒരു കൊട ചൂടിയതുപോലെ വട്ടത്തിലുള്ള ഒരു കാർമേഘം എപ്പോഴും നബി തങ്ങളുടെ തലക്ക് മുകളിൽ ഉണ്ടാവും. തങ്ങൾ നിന്നാ അവിടെ നിൽക്കും, തങ്ങൾ പോയാൽ അത് പോവും, തങ്ങൾ നിന്നാ വീണ്ടും അവിടെ നിൽക്കും. വെയിൽ ചൂട് പോയാൽ പിന്നെ അതില്ല, വെയിൽ ചൂടായാൽ രണ്ടാമത് പിറ്റേന്ന് വരും. ഇത് അദ്ദേഹം പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചു. പോകുന്നതിനിടയിൽ ഒരിക്കൽ വിശ്രമിക്കാൻ വേണ്ടി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞേക്കുന്ന ഒരു മരച്ചുവട്ടിലിറങ്ങി. ആ മരച്ചുവട്ടിലിറങ്ങിയപ്പോ
ആളുകളൊക്കെ ആദ്യം പോയി ഇരുന്ന് തണലുള്ള ഭാഗമൊക്കെ കഴിഞ്ഞു. നിബിതങ്ങൾ വന്നപ്പോൾ മരത്തിൻ്റെ തണലുള്ള ഭാഗത്തൊന്നും സ്ഥലമില്ല. ആരെയും ശല്യം ചെയ്യൽ പണ്ടേ സ്വഭാവമില്ല. അപ്പോൾ ഒഴിഞ്ഞൊരു സ്ഥലത്ത് ഇരിക്കാന്നുള്ള ആൾക്ക് ഇങ്ങനെ പുറത്തിരുന്നപ്പം എല്ലാവരും ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് ആ മരത്തിൻ്റെ നിഴൽ നിബിതങ്ങൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഇടിച്ചെരിഞ്ഞു. തങ്ങൾ കാണില്ല. ഇങ്ങനെ പോയിട്ട് ഷാമിൽ ചെന്നു. കച്ചവടം മറ്റുള്ളവരുടെ ചരക്കൊക്കെ ചെലവാകുന്നതിന് മുമ്പ് പൂർണ്ണമായി ചെലവാകുകയും സാധാരണ ലഭിക്കുന്നതിൻ്റെ ഇരട്ടിയിൽ കൂടുതൽ ലാഭത്തിന് സാധനങ്ങൾ വിൽക്കാൻ നിഷ്പ്രയാസം സാധിച്ചു. ഇനി ഇറക്കുമതി ചെയ്യേണ്ട ചരക്കുകളും തന്നെ മറ്റുള്ളവരൊക്കെ വാങ്ങുന്നതിന് മുമ്പ് തങ്ങൾക്ക് വേണ്ട മുഴുവൻ ചരക്കും വളരെ ചുരുങ്ങിയ വിലക്ക് ചരക്കുകൾ യഥേഷ്ടം വാങ്ങിക്കൂട്ടുകയും ചെയ്തു. കച്ചവടത്തിലുള്ള അനിതര സാധാരണമായ വൈഭവവും വൈദഗ്ധ്യവും നേരിട്ട് മൈസറത്ത് കണ്ടു മനസ്സിലാക്കി. ആ കച്ചവടം കഴിഞ്ഞ് തിരിച്ചു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കച്ചവട സംഘവും തിരിച്ചു വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ഖദീജ റളിയല്ലാഹു തആല അൻഹ തന്നെ തൻ്റെ വീട്ടിൻ്റെ മുകളിൽ കയറി ദൂരെ നിന്ന് നിരീക്ഷിക്കുക. അപ്പൊ അവർ ദൂരെ നിന്ന് തന്നെ കാണുന്നുണ്ട് ഈ കാഴ്ച. കച്ചവട സംഘം ഇങ്ങനെ വരുന്നുണ്ട്. കൂട്ടത്തിൽ കുട ചൂടിയേക്ക് ഒരു കാർമേഘം അങ്ങനെ കൂടെ പോരുന്നു. നേരിൽ കണ്ടു. അങ്ങനെ വന്ന് കണക്കൊക്കെ തീർത്ത് നേരത്തെ വ്യവസ്ഥ ചെയ്തതനുസരിച്ച് എല്ലാവർക്കും കൊടുക്കുന്നതിൻ്റെ ഡബിള് കൊടുക്കുകയും പിന്നീട് ഒരു മടങ്ങ് കൂടുതൽ നേരത്തെ വ്യവസ്ഥ ചെയ്തതിൻ്റെ പുറമെയും കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഈ മൈസറത്തിനോട് കച്ചവടത്തിന് ഇവിടുന്ന് പുറപ്പെട്ട് തിരിച്ചെത്തുന്നത് വരെയുള്ള മുഴുവൻ വിവരങ്ങളും അന്വേഷിച്ചപ്പോൾ വറഖത്ത് ബിൻ നൗഫലിൽ നിന്നിട്ട് മനസ്സിലാക്കിയ നുബൂവത്തിന്റെ ഏതാണ്ട് എല്ലാ ലക്ഷണങ്ങളും അൽ അമീനിൽ ഒത്തു കണ്ടു. അങ്ങനെയാണ് പിന്നീട് നേരത്തെ യഹൂദി പറഞ്ഞതിൽ നിന്നിട്ടും വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞതിൽ നിന്നിട്ടും മനസ്സിലാക്കിയ ആ ഭാഗ്യം തനിക്ക് കിട്ടിയെങ്കിലോ എന്നുള്ള ഉത്കടമായ അഭിലാഷം. അപ്പൊ അതിനെന്താണ് മാർഗം? മാർഗം എന്താ? കല്യാണം അന്വേഷിച്ചാൽ പോരെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. 2 കല്യാണം കഴിഞ്ഞതിൽ 3 മക്കൾ നേരത്തെ ജനിച്ചു. പിന്നീട് വാപ്പയും ഉമ്മയും എത്ര നിർബന്ധിച്ചിട്ടും ഇനി എനിക്ക് കല്യാണം വേണ്ട, എനിക്കൊരു മോളും 2 ആമക്കളും ഉണ്ട്, ഓരെ നോക്കി ഞാൻ എൻ്റെ കുടുംബം പോറ്റി കച്ചവടമായിട്ട് ജീവിച്ചോളാം, ഇനി ഒരു വിവാഹ ജീവിതം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് വാശി പിടിച്ച് വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുക. അതുവരെ ഖദീജ ബീവി. അതിൻ്റെ ഇടയ്ക്ക് ഉമ്മ മരണപ്പെട്ടു പോയി, ബാപ്പയും മരണപ്പെട്ടു പോയി. പിന്നെ പാകുള്ളത് പിതൃവ്യൻ മാത്രമാണ്. ഇനിയിപ്പോൾ പോയിട്ട് എനിക്കൊരു കല്യാണം വേണമെന്ന് പറയുന്നതിന് സ്വാഭാവികമായിട്ടും ചെറിയ പ്രയാസങ്ങളുണ്ടല്ലോ. അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയാവുന്ന നഫീസ ബിന്ത് മുന്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അടുത്ത കൂട്ടുകാരിയുണ്ട്. എപ്പോഴും വരികയും സംസാരിക്കുകയും ചെയ്യുന്ന അടുത്ത കൂട്ടുകാരിയാണ് നഫീസ. കുറച്ച് ദിവസമായിട്ട് ഖദീജ ബീവിയുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ നഫീസക്ക് ഈ പെണ്ണുങ്ങൾക്ക് തന്നെ ഈ വിഷയം വേഗം മനസ്സിലാവും. അല്ല ഖദീജ, എനിക്ക് എന്താ ചെറിയൊരു മാറ്റം കാണുന്നത് ചോദിച്ചു. എന്താ, എനിക്കൊരു മാറ്റവും ഇല്ലല്ലോ. എന്നോട് അങ്ങനെ മറച്ചു വെക്കണ്ട, ഉള്ള സത്യം പറഞ്ഞാളാ. എൻ്റെ മുഖം പറയുന്നുണ്ട്, എൻ്റെ മനസ്സെന്തോ ഒരു പ്രശ്നം എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, വിഷമാണ് എനിക്ക്. എന്താ നിനക്കൊക്കെ എന്തിനപ്പോൾ വിഷമിക്കേണ്ട ആവശ്യം? അങ്ങനെയൊന്നും ഇല്ലല്ലോ പറഞ്ഞു. അത് പറയണ്ട, നമ്മൾ തമ്മിലൊന്നും മറച്ചേക്കലില്ലല്ലോ, ഉള്ളത് പറഞ്ഞു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മറ്റൊന്നും ഉണ്ടായിട്ടല്ല, ഇനിയിപ്പോൾ ഇങ്ങനെ മക്കളും കുടുംബമായിട്ട് ഇങ്ങനെ പോയാൽ മതി എന്ന് കരുതി വെച്ചതാണ്. പക്ഷേ അൽ അമീനെ പറ്റിയിട്ട് എനിക്ക് ചെറിയ താല്പര്യങ്ങളുണ്ട്. പറ്റുകയാണെങ്കിൽ അൽ അമീനെ ഭർത്താവായി കിട്ടുകയാണെങ്കിൽ ആ സംഗതി നടന്നാൽ ചില കാര്യങ്ങൾ അതിൻ്റെ പിന്നിൽ ഞാൻ കാണുന്നുണ്ട്. ഒന്ന്, ഈ കച്ചവടവും കാര്യങ്ങളും ഒക്കെ നോക്കി നടത്താൻ ഒരാളാവും. എൻ്റെ കുട്ടികളുടെ ഭർത്താക്കന്മാർ 2 മരിച്ചു പോയവരാണല്ലോ, വാപ്പമാരില്ല. അവർക്കൊരു വാപ്പാൻ്റെ സ്ഥാനത്തും ആവും. അദ്ദേഹത്തിനാണെങ്കിൽ അതൊരു ആശ്വാസവുമാവും, എനിക്കാണെങ്കിലോ കുടുംബത്തിനൊരു താങ്ങും തണലും ആവും. അങ്ങനെ നടക്കുകയാണെങ്കിൽ അതാണെങ്കിൽ ഇപ്പം നീ ഇത്ര വിഷമിക്കണോ, എൻ്റെ കാര്യം ഞാൻ ഏറ്റുപാറും. അങ്ങനെ നേരെ നഫീസ ബിന്ത് മുന്യ, നേരത്തെ പറഞ്ഞതാണ്, ഞാൻ നീട്ടുന്നില്ല, വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് സ്വകാര്യമായി കണ്ട് ചോദിച്ചു, മുഹമ്മദേ, നമ്മുടെ നാട്ടിൽ 25 വയസ്സായിട്ടൊന്നും കല്യാണം കഴിക്കാത്തവരാരും ഇല്ലല്ലോ, നീ എന്താ കല്യാണം കഴിക്കാത്തത്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു,
ഞാൻ കല്യാണം കഴിക്കാൻ അതിനുള്ള സാമ്പത്തികമായി മഹർ കൊടുക്കണം, ചെലവ് കൊടുക്കണം, കാര്യങ്ങൾ അതിനൊന്നും സാമ്പത്തികമായ കഴിവില്ലാത്ത എനിക്ക് ആരാ പെണ്ണെട്ടിച്ച് തരിക, അത് കെട്ടാനെങ്ങനെ സാധിക്കുക? പറഞ്ഞ് നല്ല തറവാടിയും നല്ല സുന്ദരിയും അതോടുകൂടെ നല്ല സമ്പന്നയുമായ ഒരു പെണ്ണിനെ കെട്ടാൻ സൗകര്യം ഒത്തു വന്നാൽ എന്തിനാ നിങ്ങൾ മാറി നിൽക്കുന്നു ചോദിച്ചു. ആരാണെന്ന് ചോദിച്ചു. അങ്ങനെ അബൂ ത്വാലിബിനോട് നേരിട്ട് നഫീസ് ബിൻ മുന്യ വിവരം പറയുകയും അങ്ങനെ മൂത്താപ്പയും ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള എളാപ്പമാരും ഒക്കെ കൂടി ഭംഗിയായി ആ കല്യാണം നടന്നു. ആവട്ടെ, ബാക്കി ഖദീജ ബീവിന്റെ ചരിത്രമൊക്കെ നേരത്തെ നമ്മൾ സ്വന്തമായി പറഞ്ഞിട്ടുണ്ട്, അതിൽ എല്ലാവരും കേട്ടതായിരിക്കും. മറ്റൊരു സംഭവം, ഖദീജ ബീവിയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒന്നിച്ചു ജീവിക്കുന്ന സമയത്താണ് തങ്ങളുടെ 35-ാമത്തെ വയസ്സിലാണ് കഅബ പുനർനിർമ്മാണം നടക്കുന്നത്. അന്ന് തങ്ങൾക്ക് 35 വയസ്സാണ്. കഅബ പുനർനിർമ്മാണത്തിന്റെ കഥ എല്ലാവർക്കും അറിയാം. പഴയ കാലത്തുള്ള കെട്ടിടമായതുകൊണ്ട് ബലഹീനത അനുഭവപ്പെടുന്നതിന് പുറമെ അക്കാലത്ത് കില്ല ഒന്നിന്റെ മുകളിൽ ഒന്നും ഇങ്ങനെ തൂക്കല്ലാതെ പഴയ കില്ല എടുക്കൂല. അങ്ങനെ ഭാരിച്ച് അട്ടിക്ക് കിടക്കുന്ന കില്ല ഒരു ഉമ്മാമ ഊത് പുകയിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുമ്പം ഈ ഊത് പാത്രത്തിൽ നിന്നിട്ടും പൊരി മാറിയിട്ട് തീപിടിച്ചു പോയി കില്ലകൾ. അട്ടിക്ക് കിടക്കുന്ന കില്ലകൾ ഒന്നിച്ചങ്ങോട്ട് കത്തി കഴിഞ്ഞപ്പോഴേക്ക് കെട്ടിടത്തിന്റെ ചുമര് പലയിടത്തും വീണ്ട് കല്ലുകൾ ഉതിർന്നു വീണ് പൊളിയും എന്ന പ്രതീതി വന്നു. അപ്പൊ ഏതോ കാലത്ത് കഴിഞ്ഞ നിർമ്മാണമാണ്. ഖുസൈന്റെ കാലത്ത് ഒരു പുനർനിർമ്മാണം കഴിഞ്ഞു എന്ന അഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ അന്ന് അറ്റകുറ്റപ്പണിയെ നടത്തിയിട്ടുള്ളൂ. ഇപ്പോ ഖുറൈശികൾ ഒത്തുകൂടി ദാറുന്നദുവയിൽ വെച്ച് മുഷാവറ ചെയ്ത് തീരുമാനിച്ചു, സംഗതി നമ്മൾക്ക് എന്ത് ചെയ്യണം, കഅബ ഷരീഫ് പൊളിച്ച് പണിയണം. പക്ഷെ ആരാ പൊളിക്കുക? കഅബ ഷരീഫിനെ പറ്റി അങ്ങനത്തെ പേടിയാണ് അവർക്ക്. അക്കാലത്തുണ്ടായിരുന്ന ഉത്ബത്ത് ബിൻ റബീഅത്താണ് അക്കാലത്ത് വയസ്സായ ആള്, പ്രമാണിയും കാരണവരുമാണ്. അദ്ദേഹം പറഞ്ഞ് പ്രശ്നമാക്കണ്ട, ഞാൻ തുടങ്ങിക്കോളാറുണ്ട്. അങ്ങനെ വന്ന് കഅബ ഷരീഫ് ജുർഹുമുകാരി കഅബത്തിന്റെ സ്വത്ത് കൊള്ളയടിച്ചതിന് ശേഷം അല്ലാഹു തആല കഅബത്തിന്റെ സംരക്ഷണത്തിനായി ഒരു പ്രത്യേക സർപ്പത്തെ വിട്ടിരുന്നു. ചരിത്രത്തിലൊക്കെ കാണാൻ വലിയൊരു ഭീമാകാരനായ സർപ്പം. അത് വെയിൽ ചൂടായാൽ താഴെ ഇറങ്ങി വന്നിട്ട് ആ കഅബത്തിന്റെ ഉള്ളിലുണ്ട് ഒരു കിണർ പോലത്തെ, അതിൻ്റെ ചുറ്റും ഇങ്ങനെ വളഞ്ഞു കിടക്കും. രാവിലെ ആയാൽ ചുമരും കൂടെ എഴിഞ്ഞു കയറിയിട്ട് ചുമരിൻ്റെ മുകളിൽ ഇങ്ങനെ കിടക്കും. ആരും അതിൻ്റെ അടുത്ത് കിടക്കൂല. അതിനെ ഉപദ്രവിക്കാൻ ചെല്ലാത്തവർ ഇതിന് എന്തെങ്കിലും കക്കാനോ കൊള്ളയ്യാനോ ശ്രമിച്ചാൽ അത് അപ്പോൾ അതുള്ളതോടുകൂടി ആർക്കൊന്നും ചെയ്യാൻ കഴിയൂല. അങ്ങനെ ഇവർ പ്രാർത്ഥിച്ചു, ഞങ്ങൾ കഅബ ഷരീഫിനെ പുനർനിർമ്മിക്കാനും നന്നാക്കാനും ഉദ്ദേശിക്കുന്നു. അള്ളാഹുവേ, അത് നിനക്ക് ഇഷ്ടമാണെങ്കിൽ ഈ പാമ്പിനെ കൊണ്ടുള്ള ശല്യത്തിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം എന്ന് പ്രാർത്ഥിച്ചപ്പോൾ വലിയൊരു കഴുകൻ പോലെയുള്ള ഒരു പക്ഷി പറന്നു വന്നു, ഈ സർപ്പത്തെ കൊത്തിയെടുത്തു പോയി. അപ്പോൾ അവർ മനസ്സിലാക്കി കഅബ പുനർനിർമ്മാണം നടത്തുന്ന അള്ളാഹുക്ക് ഇഷ്ടപ്പെട്ട കാര്യമാണ്. അങ്ങനെ പൊളിച്ചു, തറ വരെ എത്തി. തറ മനുഷ്യരാരും നിർമ്മിച്ചിട്ടില്ല. കഅബത്തിന്റെ തറ മലായിക്കത്തെടുത്തതാണ്, അത് ആർക്കും പൊളിക്കാൻ കഴിയില്ല. ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹി സ്വലാം ആ തറന്റെ മുകളിലാണ് കെട്ടിടം വെച്ചത്. അങ്ങനെ തറ വരെ എത്തി, പണിത് തുടങ്ങി. അങ്ങനെ പണിത് ഹജറുൽ അസ്വദിന്റെ ഉയരം എത്തിയപ്പോൾ, ഹജറുൽ അസ്വദ് വെക്കണല്ലോ, അത് സ്വർഗത്തിൽ നിന്നിട്ട് ഇറക്കപ്പെട്ട കല്ലാണ്. മഖാം ഇബ്രാഹിമും ഹജറുൽ അസ്വദും ആദം നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ടതാണ്. അതിന്റെ പ്രകാശം അല്ലാഹു തആല മായ്ച്ചു കളഞ്ഞതാണെന്നും, അല്ലെങ്കിൽ രാവും പകലും ഒരുപോലെ പ്രകാശിക്കുന്ന സൂര്യനേക്കാൾ പ്രകാശമുണ്ടാകുമായിരുന്നു എന്നും, നാളെ പരലോകത്തെത്തിയാൽ അതിന്റെ പ്രകാശം തിരിച്ചു കിട്ടുമെന്നും വീണ്ടും അത് സ്വർഗത്തിൽ തന്നെ നിക്ഷേപിക്കപ്പെടും എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിലുണ്ട്. ഇതാര് വെക്കണം? തർക്കായി. എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. തർക്കം സംഘട്ടനത്തിന് വക്കിലെത്തി അവസാനം ഒരു നല്ല കാര്യത്തിനിറങ്ങി ഖുറൈശികൾ തമ്മിൽ യുദ്ധം ചെയ്ത് നശിക്കും എന്ന ഒരു ഘട്ടമെത്തിയപ്പോൾ ഈ പറഞ്ഞ ഉത്ബത്ത് തന്നെ പറഞ്ഞു, റബീഅത്തിന്റെ മകൻ ഉത്ബത്ത്, അന്നത്തെ കൂട്ടത്തിൽ പ്രായം ഉള്ള 100ന്റെ മേലെ പ്രായമുള്ള വയസ്സായ ആളാ നാട്ടുകാരുടെ വരിക. നമ്മൾ നല്ലൊരു കാര്യത്തിന് തുടങ്ങിയിട്ട് നമ്മൾ തമ്മിൽ യുദ്ധം ചെയ്ത് നശിക്കുന്നൊരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് നമ്മളൊരു കാര്യം ചെയ്യുക,
ബാബു ബനി ഷൈബയിലൂടെ ആരാണോ ഇനി ആദ്യം കയറി വരുന്നത് അയാളെ നമ്മൾക്ക് ഇതിൽ വിധികർത്താവാക്കാം. മുപ്പര് പറയുന്നത് എല്ലാവരും സ്വീകരിക്കാറുണ്ട്. എല്ലാവരും പറഞ്ഞു അങ്ങനെ ആട്ടെ. പറഞ്ഞ് യോഗം കഴിഞ്ഞ് പിരിഞ്ഞിട്ടില്ല. അവരിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കാണാം ബാബു ബനി ഷൈബയിലൂടെ നബി തങ്ങളുടെ വീട് അതിൻ്റെ അപ്പുറത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു വരുന്നത് ഖദീജ ബീവിയുടെ വീട്. ഇന്നത്തെ ബാബു നബി എന്ന പേരിലോ ബാബു സലാം എന്ന പേരിലോ അറിയപ്പെടുന്ന വാതിലിൻ്റെ നേരപ്പുറത്ത് ഇന്ന് കാണുന്ന ആ മുറ്റത്തെ ഒന്നാമത്തെ വിളക്ക് കാലിൻ്റെ ചോട്ടിലാണ് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആലയുടെ വീടുള്ളത്. ഇന്നും ഉണ്ടത്. ഇരുമ്പ് പ്ലേറ്റ് കൊണ്ടിട്ട് അപ്പുറം ഇപ്പുറം അടിച്ച് ഭദ്രാക്കി മണ്ണിൻ്റെ അടിയിൽ മൂടിയിട്ടിരിക്കുകയാണ്. വീടിന് ഒരു കേടും പറ്റിയിട്ടില്ല. അങ്ങനെ ആട്ടെ. അങ്ങനെ കയറി വന്നത് അല്ലമീനാണ്. എല്ലാവർക്കും സന്തോഷമായി. ആരാണ് അതിൽ ആദ്യം വരുന്നത്? അയാൾ പറയുന്നത് തിരിക്കാന്ന്. അല്ലമീൻ എന്തായാലും സത്യവും നീതിയെ പറയുള്ളൂ എന്നുള്ള ആൾക്ക് എല്ലാവരും സന്തോഷം. അടുത്ത് വന്നപ്പോൾ പറഞ്ഞു, എന്താ ഇങ്ങനെ പ്രശ്നത്തിലാണ്, ഈ പ്രശ്നത്തിന് നിങ്ങളൊരു പരിഹാരം പറഞ്ഞു തരണം. നബി തങ്ങൾ വളരെ എളുപ്പത്തിൽ എന്നാൽ എല്ലാവർക്കും സ്വീകാര്യമായൊരു തീരുമാനം. അവിടെ നിന്ന് ഇങ്ങനെ തോളിലിട്ടിരുന്ന ഒരു തട്ടുണ്ട്. ആ തട്ടം നിലത്തെടുത്തിട്ട് വിരിച്ചിട്ട് തങ്ങളുടെ സർഫാക്കപ്പെട്ട കൈകൊണ്ട് ഹജറുൽ അസ്വദ് അതിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, ഖുറൈശികളിൽപ്പെട്ട എല്ലാ ഗോത്രത്തിൻ്റെയും അമീറന്മാർ റോസായി ഇതിൻ്റെ ചുറ്റും പിടിച്ചു വിളിയാറ്. അങ്ങനെ എല്ലാവരും പിടിച്ചു. എല്ലാ ഗോത്രത്തിൻ്റെ ആളുകളും ഒന്നിച്ച് ഓരോ തല പിടിച്ചിട്ട് പൊക്കി. ഹജറുൽ അസ്വദിൻ്റെ ആ ഉയരം വരെ പൊക്കിയപ്പോൾ ഹബീബിൻ്റെ കൈ കൊണ്ട് തന്നെ ഷറഫാക്കപ്പെട്ട ഹജറുൽ അസ്വദ് എടുത്തു. ഇപ്പം എല്ലാവരും കൂടി, ഒരാൾക്കും പ്രത്യേകം പറയാമല്ലോ. ആ പ്രശ്നം അങ്ങനെ പരിഹരിച്ചു. ഇങ്ങനെ ജനങ്ങളുടെ ഇടയിൽ എല്ലാ നിലക്കും പ്രശസ്തനായി, നബിയൊന്നും ആയിട്ടില്ലെങ്കിലും ആരും എന്തു പറഞ്ഞാലും സ്വീകരിക്കുന്ന, സർവസ്വീകാര്യനായ, എല്ലാവരും ബഹുമാനിക്കുന്ന, ആദരിക്കുന്ന. അതിൻ്റെ ഇടക്ക് ഇതിൻ്റെ കുറച്ച് മുമ്പായിട്ട് വിവാഹത്തിൻ്റെ ശേഷം ഒരു സംഭവം ഉണ്ടായി. നബീഹ് ബിനുൽ ഹജ്ജാജ് എന്ന് പറഞ്ഞിട്ട് ഒരു മുതലാളി ഒരു പാവപ്പെട്ട ഹാജിയെ കൊള്ള ചെയ്തു. നബീഹ് വലിയ നേതാവായപ്പോൾ ഇയാളോട് ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഈ പ്രശ്നത്തിന് പരിഹാരമാകുന്നതിന് മുമ്പ് നബി തങ്ങൾക്ക് 22 വയസ്സാവുന്ന സമയത്തൊരു സത്യക്കരാറ് ഹൽഫുൽ ഫുദൂൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നടന്നിട്ടുണ്ട്. അത് നബി തങ്ങളുടെ പ്രത്യേക തൗഫീഖുകളിൽപ്പെട്ട ഒന്നായിരുന്നു. അതെന്താ? യമനിലെ ഏടൻകാരനായ ഒരു വ്യാപാരി തൻ്റെ ഒട്ടകങ്ങളുമായി മക്കയിലെ സൂക്കിൽ വന്ന് വിൽക്കാൻ വേണ്ടി വെച്ചതാ. അന്നത്തെ മക്കയിലെ ഏറ്റവും വലിയ പ്രമുഖനും നേതാവും പണക്കാരനുമാവുന്ന ആസിബിൻ വായിൽ, അബൂജഹലൊന്നും ഒന്നുമല്ല, ആസിബിൻ വായിൽ വലിയ മുതലാളിയാണ്. അയാൾ വില പറഞ്ഞിട്ട് സാധനം വാങ്ങി, കാശ് കൊടുത്തില്ല. ചോദിച്ചാൽ തരാന്നറിയും. അധികം ചോദിച്ചപ്പോൾ ഇയാൾ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ അന്യനാട്ടുകാരനായ ഈ പാവപ്പെട്ട കച്ചവടക്കാരൻ മക്കയിൽ അറിയപ്പെട്ട എല്ലാ ഗോത്രങ്ങളുടെയും നേതാക്കളെ ചെന്നിട്ട് കണ്ടു. പറഞ്ഞു, ഇങ്ങനെ ആസിബിന് വായിൽ എൻ്റെ സാധനങ്ങൾ വാങ്ങിയിട്ട് ഒരു കാശും തരുന്നില്ല, നിങ്ങളൊന്ന് ഇടപെട്ട് വാങ്ങണം. ആസിബിന് വായിനോട് സംസാരിക്കാൻ ആർക്കും ധൈര്യമില്ല. എല്ലാവരും മാറിയിരുന്നു. അത് കണ്ടപ്പോ ഈ യമനി എന്ത് ചെയ്തു? ജബൽ ഖുബൈസിന്റെ മുകളിൽ കയറിയിട്ട് ഒച്ചത്തിലാണ് വിളിച്ചു പറഞ്ഞു, ആക്രമിക്കപ്പെട്ടവനും അന്യദിക്കുകാരനുമായ ഒരു പാവപ്പെട്ടവന്റെ എൻ്റെ ഹക്ക് വാങ്ങാൻ വേണ്ടി കഅബ ഷരീഫിന്റെ ഖിദ്മത്ത് ചെയ്യുന്ന ഖുറൈശികളെ, നിങ്ങളിൽ ആരെങ്കിലും മാന്യന്മാർ ജീവിച്ചിരിപ്പില്ലേ? ഇത് കേട്ടപ്പം യുവാക്കളായ ഖുറൈശികളുടെ ആത്മബോധം, അവരുടെ നീതിബോധം ഉണർന്നു. ആദ്യം നബി തങ്ങളുടെ മൂത്താപ്പയാവുന്ന സബീർ ബിൻ അബ്ദുൽ മുത്തലിബ്, സുബൈർ അല്ല കേട്ടോ, ചിലവർ അങ്ങനെ വായിക്കലുണ്ട്. സുബൈറും സബീറും രണ്ടാണ്. സുബൈർ ബിൻ അവാം നബി തങ്ങളുടെ അമ്മായിൻ്റെ മോനാണ്. സബീർ മൂത്താപ്പയാണ്, നേരത്തെ മരിച്ചുപോയ ആളാ. ഇസ്ലാമിൻ്റെ മുമ്പ് മരണപ്പെട്ടു പോയിട്ടുണ്ട് സബീർ. ഈ സബീറാണ് അറിയപ്പെട്ട പ്രമുഖനാണെന്ന് മക്കത്ത്. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ ഒരു പാവപ്പെട്ട അന്യദിക്കുകാരൻ നമ്മുടെ നാട്ടിൽ ആക്രമിക്കപ്പെട്ടാൽ പണ്ട് ജുർഹൂമുകാർക്ക് വന്ന സംഭവം ഇവിടെ ആവർത്തിക്കപ്പെടും. അതുകൊണ്ട് ഇവിടെ ന്യായം നടത്താൻ കഴിവുള്ളവരുണ്ടോ എന്ന് എനിക്കറിയണം. അങ്ങനെ യുവാക്കളായ ഏതാനും ആളുകൾ വിവിധ ഗോത്രങ്ങളിൽ സംഘടിച്ച് അബ്ദുല്ലാഹി ഇബ്നു ജദ്ആൻ എന്ന
ബനു തൈമ് ഗോത്രക്കാരൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗോത്രക്കാരനാണ് ബനു തൈമ്. അതിൽപ്പെട്ട ആളാണ് അബ്ദുല്ലാഹ് ഇബ്നു ജദആൻ. മക്കയിലെ ഏറ്റവും വലിയ പണക്കാരനാണ്, വലിയ ധർമ്മിഷ്ഠനുമാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൂടിയിട്ട് 8 ഗോത്രങ്ങൾ, ബനു തൈമ്, ബനു മുത്തലിബ്, ബനു ഹാഷിം ഉൾപ്പെടെയുള്ള 8 ഗോത്രക്കാര് ഒരു പാത്രത്തിൽ സുഗന്ധവസ്തു നിറച്ചിട്ട് അതിൽ കൈവച്ചിട്ട് കരാർ ചെയ്തു, നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മക്കയിൽ ആരക്രമിച്ചാലും ആക്രമിക്കപ്പെട്ടവനെ സഹായിക്കാൻ മരണം വരെ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് കരാർ. ഇതിനാണ് ഹൽഫുൽ ഫുദൂൽ എന്നും ഹൽഫുൽ മുത്തയ്യിബീൻ എന്നും പറയാറുണ്ട്. ഈ ഹൽഫുൽ ഫുദൂലിൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യുവാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഇത് വെച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞ നബീഹ് ബിൻ ഹജ്ജാജ് എന്ന് പറയുന്ന മക്കത്തെ വലിയ ബദറിലൊക്കെ കൊല്ലപ്പെട്ട നബിയാണ്. ഇയാൾ വലിയ പണക്കാരനുമാണ്, വലിയ പോക്കിരിയാണ്, എല്ലാവർക്കും പേടിയാണ്. അങ്ങനെ ഹാജിമാരിൽപ്പെട്ട ഒരു പാവപ്പെട്ട ഹാജി, അയാളുടെ അടുത്ത് ധാരാളം പണം ഉണ്ടായിരുന്നു. നബീഹ് പോയിട്ട് കൊള്ളയടിച്ചപ്പോ ഈ ഹാജി എന്താക്കി, ജബൽ ഖുബൈസിൽ കയറിയിട്ട് ഹൽഫുൽ ഫുദൂലിൽ സത്യം ചെയ്തവരെ, എന്നെങ്ങനെ നബീഹ് ആക്രമിച്ച് എന്നെ കൊള്ള ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് എൻ്റെ ഹക്ക് വാങ്ങിത്തരണം എന്ന് പറഞ്ഞപ്പോ ഹംസ റളിയല്ലാഹു തആല അൻഹു ഉൾപ്പെടെയുള്ള അന്നത്തെ ചെറുപ്പക്കാര് നേരെ നബീഹിന്റെ വീട്ടിൽ ചെന്ന് വീട് വളഞ്ഞിട്ട് പറഞ്ഞു, നബി, എനിക്കറിയാലോ ഹൽഫുൽ ഫുദൂലിന്റെ കഥ, ഈ പാവപ്പെട്ട മനുഷ്യന്റെ കൊള്ള ചെയ്തെടുത്ത ഹക്ക് തിരിച്ചു കൊടുക്കുന്നോ അതല്ല ഞങ്ങളുടെ കയ്യിൽ വാള് പിടിക്കുന്ന, ജീവൻ നിലക്കുന്ന കാലത്തോളം ഞങ്ങൾ നിനക്കെതിരിൽ പൊരുതും, നീ എന്ത് ചെയ്യുന്നു പറഞ്ഞു. ഞങ്ങൾക്ക് മനസ്സിലായി ഈ 8 ഗോത്രങ്ങളോട് യുദ്ധം ചെയ്യാൻ ആർക്കും കഴിയൂല, വേഗം തിരിച്ചു കൊടുത്തു. ഇതിൽ പങ്കെടുത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഹൽഫുൽ ഫുദൂൽ. ഈ ഹൽഫുൽ ഫുദൂൽ വെച്ചിട്ട് പിന്നീട് മദീനയിൽ ബഹുമാനപ്പെട്ട ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ സഹായം തേടിയത് ചരിത്രത്തിൽ കാണാം. ആ ഭാഗത്തിലേക്ക് ഇപ്പം ഞാൻ കടന്നു വരുന്നില്ല, സമയം വളരെ നീണ്ടുപോയതുകൊണ്ട് ചുരുക്കുകയാണ്. ആ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ എണ്ണി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. നുബുവത്തിന് മുമ്പ് തന്നെ സാമൂഹ്യമായും സാംസ്കാരികമായും അതുപോലെ തന്നെ വ്യാപാര സംബന്ധമായും എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. എല്ലാ രംഗത്തും അൽ അമീനായി അറിയപ്പെട്ടു. ലോകരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറാൻ മഹാനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു തആല നേരിട്ട് സജ്ജമാക്കിയിരിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.